കേരള PSC പരീക്ഷകളിൽ സാധാരണ ചോദിക്കുന്ന ഒരു ഗ്രാമർ വിഭാഗമാണ് യൂസേജസ്. PSC പരീക്ഷയിലും അതുപോലെ തന്നെ മറ്റ് മത്സര പരീക്ഷകളിലും സ്ഥിരം കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് യൂസേജസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ കുറച്ചേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. PSCയുടെ സിലബസ് പ്രകാരം നമുക്ക് 15 യൂസേജസ് ആണ് പഠിക്കാനുള്ളത്. അങ്ങനെ പഠിക്കേണ്ട മുഴുവൻ യൂസേജസും വളരെ വിശദമായിട്ട് നമ്മളിതാ ഈ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ അധ്യായം ആദ്യാവസാനം കൃത്യമായി കാണുക. ഓരോ അധ്യായത്തിൻ്റെയും ഓരോ ഭാഗത്തിൻ്റെയും അവസാനം അതത് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മുൻവർഷ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ആദ്യാവസാനം കാണുക. യൂസേജസ്. ഏത് യൂസേജാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്? ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു യൂസേജാണ് ലുക്ക് ഫോർവേഡ് എന്ന് പറയുന്നത്. ലുക്ക് ഫോർവേഡ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്താണ് ലുക്ക് ഫോർവേഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ലുക്ക് ഫോർവേഡ് എന്ന് പറയുന്ന യൂസേജിൻ്റെ ഉപയോഗം എന്താണ്? ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കുക, പ്രതീക്ഷിച്ചിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഈ പ്രയോഗത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു പ്രപ്പോസിഷനാണ് ടു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ലുക്ക് ഫോർവേഡ് ടു എന്ന് വായിച്ച് പഠിച്ചാൽ മതി. എപ്പോഴും ലുക്ക് ഫോർവേഡിൻ്റെ കൂടെ ടു ഉണ്ടാകും. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞ് പഠിക്കുക. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുന്ന ശൈലി വന്നു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് കഴിഞ്ഞിട്ട് വരുന്നത് ജറണ്ടായിരിക്കും. എന്താ ജറണ്ട്? വെർബിൻ്റെ ING രൂപത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജറണ്ടെന്ന് പറയുന്നത്. വെർബിനെ ING ചേർത്തുകൊണ്ട് നാമരൂപത്തിൽ ഉപയോഗിക്കുന്നതാണ് ജറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്ത് വയ്ക്കുക, ലുക്ക് ഫോർവേഡ് ടു പ്ലസ് ജറണ്ട്, അതല്ലെങ്കിൽ ലുക്ക് ഫോർവേഡ് ടു പ്ലസ് വെർബിൻ്റെ ING എന്നെഴുതി വെച്ചാലും മതി. ഇതൊരു പൊതു നിയമമാണ്. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഐ ലുക്ക് ഫോർവേഡ് ടു പബ്ലിഷിംഗ് ദ SSLC റിസൾട്ട്. ഐ ലുക്ക് ഫോർവേഡ് ടു, ഞാൻ കാത്തിരിക്കുകയാണ്. എന്ത് കാത്തിരിക്കുകയാണ്? പബ്ലിഷിംഗ് ദ SSLC റിസൾട്ട്. SSLC റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പബ്ലിഷ് ചെയ്യൽ, പബ്ലിഷിംഗ് എന്ന അർത്ഥത്തിൽ ദാ ING കൂട്ടിയിട്ട് ജറണ്ടായിട്ട് പബ്ലിഷ് എന്ന് പറയുന്ന വെർബ് ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ഐ ലുക്ക് ഫോർവേഡ് ടു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വന്നിരിക്കുന്ന വെർബ് അതിൻ്റെ ING രൂപത്തിലാണ്. അതാണ് ഇവിടെ ഓർത്തിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. രണ്ട് രീതിയിലാണ് പരീക്ഷയിൽ ഇത് ചോദിക്കാറുള്ളത്. ഒന്നുകിൽ ഈ ഭാഗം ബ്ലാങ്ക് ആയിരിക്കും, ചിലപ്പോൾ ഈ ടു തന്നെ ചോദിച്ചു കളയും, അവിടെ ബ്ലാങ്ക് ഇട്ട് തരും. അപ്പോൾ ഈ രീതിയിൽ ടു കൃത്യമായി ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ ജറണ്ട് എന്ന് പറയുന്ന പോയിൻറ്റും ഓർത്തിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് അധ്യായത്തിൻ്റെ അവസാനം തരാം. അടുത്ത ഉദാഹരണം നോക്കൂ. ഐ ഓൾവേസ് ലുക്ക് ഫോർവേഡ് ടു ഗെറ്റിംഗ് ഹോം ടു മൈ വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഐ ഓൾവേസ് ലുക്ക് ഫോർവേഡ് ടു, ഞാൻ എപ്പോഴും കാത്തിരിക്കുന്നു പ്രതീക്ഷയോടുകൂടി. എന്താ കാത്തിരിക്കുന്നത്? ടു ഗെറ്റിംഗ് ഹോം, വീട്ടിലെത്തിച്ചേരുന്നത്. ആര്? ടു മൈ വൈഫ് ആൻഡ് ചിൽഡ്രൻ, എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും വീട്ടിൽ എത്തിച്ചേരുന്നത്, വീടണയുന്നത് പ്രതീക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുകയാണ്. ഐ ഓൾവേസ് ലുക്ക് ഫോർവേഡ് ടു ഗെറ്റിംഗ് ഹോം ടു മൈ വൈഫ് ആൻഡ് ചിൽഡ്രൻ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഐ ഓൾവേസ് ലുക്ക് ഫോർവേഡിൻ്റെ കൂടെ ടു ഉണ്ട്. ലുക്ക് ഫോർവേഡ് ടു ഗെറ്റിംഗ് ഹോം, അവിടെ ഗെറ്റിൻ്റെ കൂടെ നോക്കൂ ING ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത ഉദാഹരണം, വി ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ. നിന്നിൽ നിന്ന് കേൾക്കാൻ, നിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങൾ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. വി ലുക്ക് ഫോർവേഡ് ടു എന്താണ്? ഹിയറിംഗ് ഫ്രം യു സൂൺ, നിന്നിൽ നിന്ന് കേൾക്കാൻ, നിൻ്റെ അഭിപ്രായം കേൾക്കാൻ അല്ലെങ്കിൽ നിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഹിയറിംഗ് ഫ്രം യു സൂൺ ING ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. ലുക്ക് ഫോർവേഡ് ടു വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ ING രൂപം അതല്ലെങ്കിൽ ജറണ്ട് രൂപം ഉപയോഗിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്ത യൂസേജിലേക്ക് നമുക്ക് പോകാം. ഹാഡ് ബെറ്റർ വളരെയധികം സംഭാഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നൊരു പ്രയോഗം ഹാഡ് ബെറ്റർ. എപ്പോഴാണ് നമ്മൾ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുക? ഹാഡ് ബെറ്റർ ഉപയോഗിക്കുമ്പോൾ വെർബിൻ്റെ V1 രൂപമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള റൂള് നമ്മൾ ആദ്യം പഠിച്ചു വെക്കാം. ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത് ഒരു ചോയ്സ് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു ചോയ്സിനെ അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ താല്പര്യത്തെ പറയാൻ വേണ്ടിയാണ് ഹാഡ് ബെറ്റർ ഉപയോഗിക്കുക. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ, നീ ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. നോക്കൂ, കൺസൾട്ടിൻ്റെ V1 രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
വെർബിൻ്റെ ഫസ്റ്റ് രൂപമാണ് ബേസ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാഡ് ബെറ്റർ പ്ലസ് വെർബിൻ്റെ ബേസ് ഫോമാണ്, അതിനെയാണ് V1 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസ് ഫോം ഓഫ് വെർബാണ് ഹാഡ് ബെറ്ററിന് ശേഷം ഉപയോഗിക്കുന്നത്. ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന ഒരു ചോയ്സ് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നീ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഡ് ബെറ്റർ ഉപയോഗിക്കുന്നത്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ എന്നുള്ളത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ കൺസൾട്ടിൻ്റെ ഭാഗത്തൊരു ബ്ലാങ്ക് തരാം, ഒരു ഡാഷ് തരാം. എന്നിട്ട് ഓപ്ഷനിൽ കൺസൾട്ട്, കൺസൾട്ടിങ്, കൺസൾട്ടഡ്, അങ്ങനെ കൺസൾട്ട് എന്ന് പറയുന്ന വെർബിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും തരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം അവിടെ നിന്നും ചൂസ് ചെയ്യാൻ സാധിക്കണം. ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് ബെറ്ററിൻ്റെ കൂടെ വെർബിൻ്റെ ബേസ് ഫോമാണ് ഉപയോഗിക്കുക എന്നുള്ള വസ്തുത അറിയുമെങ്കിൽ നിങ്ങൾക്ക് ആ ആൻസർ ഒരിക്കലും തെറ്റില്ല. അടുത്തത്, യു ഹാഡ് ബെറ്റർ ഗോ ആൻഡ് സ്പീക്ക് ടു ഹിം ഇൻ പേഴ്സൺ. നീ അവനെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അവനെ നേരിട്ട് പോയി കണ്ടില്ലേ, പേഴ്സണലായിട്ട് സംസാരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. യു ഹാഡ് ബെറ്റർ ഗോ, അതാണ് പോയിന്റ്. യു ഹാഡ് ബെറ്റർ ഗോ, ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വെർബ് V1 രൂപമാണ്. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച റൂൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടി നോക്കൂ. യു ഹാഡ് ബെറ്റർ ടേക്ക് എൻ അംബ്രല ഓർ യു വിൽ ഗെറ്റ് വെറ്റ്. ഒരു കുടയെടുക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. യു ഹാഡ് ബെറ്റർ ടേക്ക്, ഇവിടെ ഹാഡ് ബെറ്ററിനെ ചുരുക്കി എഴുതിയിരിക്കുകയാണ്, കൺട്രാക്ട് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഹാഡ് ബെറ്റർ കഴിഞ്ഞിട്ട് ടേക്ക് എന്ന് പറയുമ്പോൾ ടേക്ക് V1 രൂപമാണ്, വെർബിൻ്റെ ബേസ് ഫോമാണ്. യു ഹാഡ് ബെറ്റർ ടേക്ക് എൻ അംബ്രല ഓർ യു വിൽ ഗെറ്റ് വെറ്റ്. ഒരു കുടയെടുക്കുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ നീ നനയും. യു ഹാഡ് ബെറ്റർ ഷട്ട് അപ്പ്, മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അപ്പോൾ ഇത് യു ഹാഡ് ബെറ്റർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിൻ്റെ കൺട്രാക്ഷനാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ഇങ്ങനെ കൺട്രാക്ട് ചെയ്തായിരിക്കും ഒരുപക്ഷെ തരാൻ സാധ്യതയുള്ളത്. യു ഹാഡ് ബെറ്റർ ഷട്ട് അപ്പ്, മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അപ്പോൾ ഇതുപോലെ ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന പ്രയോഗം ധാരാളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ പരീക്ഷയിൽ വന്നിട്ടുണ്ട്. ഹാഡ് ബെറ്റർ വന്നു കഴിഞ്ഞാൽ V1 ഉപയോഗിക്കണം എന്നുള്ള റൂള് ഓർത്ത് വയ്ക്കുക. മൂന്നാമത്തെ യൂസേജ് എന്താണ്? മൂന്നാമത്തത് വുഡ് യു. എപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷിലെ സാധാരണ സംഭാഷണത്തിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമല്ലേ, എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. വുഡ് യു, വുഡ് യു. എപ്പോഴാണ് വുഡ് യു ഉപയോഗിക്കുക? ഏതെങ്കിലും ഒരു റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു അപേക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു സഹായം അഭ്യർത്ഥിക്കുമ്പോഴാണല്ലോ നമ്മൾ വുഡ് യു ഉപയോഗിക്കാറുള്ളത്. വുഡ് യു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർബിൻ്റെ ബേസ് ഫോം ആയിരിക്കണം. നോക്കാം ചില എക്സാമ്പിൾസ്. വുഡ് യു ലെൻഡ് മീ യുവർ പെൻ. വുഡ് യു ലെൻഡ്, അല്ലേ, വുഡ് യു ലെൻഡ് യുവർ പെൻ. ആ പേനയൊന്ന് വായ്പ തരുമോ, കടം തരുമോ, ഒരാളോട് ഒരു കാര്യം തരുമോ, അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കാൻ വുഡ് യു ഉപയോഗിക്കുന്നു. വുഡ് യു വെച്ചിട്ട് റിക്വസ്റ്റുകളാണ് നമ്മൾ നടത്താറുള്ളത്. വുഡ് യു ലൈക്ക് ടു റീഡ് ഹിസ് സ്പീച്ച്. വുഡ് യു ലൈക്ക് ടു റീഡ് ഹിസ് സ്പീച്ച്. അദ്ദേഹത്തിൻ്റെ സ്പീച്ച്, പ്രസംഗം ഒന്ന് വായിക്കാൻ പറ്റുമോ, വായിക്കാമോ? വുഡ് യു ലൈക്ക്, വുഡ് യു ലെൻഡ്. അങ്ങനെ വുഡ് യു വെച്ചിട്ട് നമ്മൾ പെർമിഷൻസ് ആണ് ചോദിക്കുന്നത്. വെരി സിമ്പിളാണ്, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ്. വുഡ് യു ടേക്ക് മീ ടു ദ മൂവി. എന്നെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകുമോ, എന്നെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകാമോ? വുഡ് യു ടേക്ക് മീ ടു ദ മൂവി. വുഡ് യു. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിച്ചത് വുഡ് യു ആണെങ്കിൽ വുഡ് യു മൈൻഡ് എന്ന് പറയുന്നൊരു പ്രയോഗം കൂടിയുണ്ട്. അപ്പോൾ വുഡ് യു പഠിക്കുമ്പോൾ വുഡ് യു പ്ലസ് V1 ആണ് എങ്കിൽ വുഡ് യു മൈൻഡിൻ്റെ കൂടെ V1 അല്ല ഉപയോഗിക്കുക. വുഡ് യു മൈൻഡിൻ്റെ കൂടെ വെർബിൻ്റെ ING രൂപമാണ് ഉപയോഗിക്കുക. ഇതും ഇത്തരത്തിൽ റിക്വസ്റ്റിന് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുക. വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ യുവർ പെൻ. പേന തരുന്നതിൽ വിരോധമുണ്ടോ? തൊട്ട് മുമ്പ് പറഞ്ഞത് വളരെ കാഷ്വലായിട്ട് ചോദിക്കുക. വുഡ് യു ലെൻഡ് മീ യുവർ പെൻ എന്ന് പറയുമ്പോൾ കാഷ്വലായിട്ട് നമ്മൾ ചോദിക്കുന്നു. അതേ സംഗതി നമുക്ക് മറ്റു രൂപത്തിൽ പറയാം, കുറച്ചുകൂടെ റെസ്പെക്റ്റോട് കൂടി. വുഡ് യു മൈൻഡ് ലെൻഡിങ് മീ യുവർ പെൻ. പേനയൊന്ന് തരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ ബസ്സിലൊക്കെ കയറിയിട്ട് നമ്മൾ ചോദിക്കും, കുറച്ചങ്ങ് നീങ്ങിയിരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ, അല്ലേ? സീറ്റിലിരിക്കുന്ന ആളോട് ചോദിക്കാറുണ്ട്. വുഡ് യു മൈൻഡ് മൂവിങ് എ ലിറ്റിൽ ബിറ്റ്. വുഡ് യു മൈൻഡ് മൂവിങ് എ ലിറ്റിൽ ബിറ്റ്. കുറച്ച് അല്പം നീങ്ങിയിരിക്കുന്നതിൽ വിരോധമുണ്ടോ? മറ്റൊരു എക്സാമ്പിൾ. വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് വിത്ത് ദീസ് ബോക്സസ്. ഹെൽപ്പിംഗ് മീ വിത്ത് ദീസ് ബോക്സസ്. ഈ ബോക്സസ് തന്ന് എന്നെ സഹായിക്കുന്നതിൽ വിരോധമുണ്ടോ? ഓക്കെ, അത് കഴിഞ്ഞൊരു പ്ലീസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്ലീസ് വെച്ച് നമുക്ക് സംസാരിക്കാം. വുഡ് യു മൈൻഡ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്.
പുറത്ത് കാത്തു നിൽക്കുന്നതിൽ വിരോധമുണ്ടോ? പുറത്ത് കാത്തു നിൽക്കുന്നതിൽ വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ വാട്ട് യു ആർ ഡൂയിങ് ഹിയർ? നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ് ടെല്ലിങ് മീ? എന്നോട് പറയുന്നതിൽ വിരോധമുണ്ടോ? വുഡ് യു മൈൻഡ്? അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. നേരത്തെ നമ്മൾ പഠിച്ചത് വുഡ് യു, ഇപ്പോൾ പറയുന്നു വുഡ് യു മൈൻഡ്. രണ്ട് തമ്മിൽ മാറിപ്പോരുത്. വുഡ് യു പ്ലസ് V1, വുഡ് യു മൈൻഡ് പ്ലസ് വെർബിൻ്റെ ING രൂപം. അഞ്ചാമത്തെ യൂസേജ് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കുക. ഇറ്റ്സ് ടൈം, അതല്ലെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം. രണ്ട് രീതിയിൽ നമ്മൾ പറയാറുണ്ട്. സമയമായി എന്ന് പറയാറുണ്ട് അല്ലേ? നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളോട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മളോട് പറയാറുണ്ട്, ഒരു ജോലിയൊക്കെ വാങ്ങിക്കേണ്ട സമയമായി അല്ലേ? PSC ഒക്കെ പഠിക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ അത്തരം ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകളായിരിക്കും. ഇറ്റ്സ് ടൈം, സമയമായി, ഒരു ജോലി വാങ്ങിക്കേണ്ട സമയമായി, ഒരു സർക്കാർ ജോലിയൊക്കെ വാങ്ങിക്കേണ്ട സമയമായി മകനെ എന്ന് വീട്ടുകാരൊക്കെ ചിലപ്പോൾ പറയാറുണ്ടാവും അല്ലേ? എന്നാലൊരു 10-28 വയസ്സൊക്കെ കഴിയുമ്പോൾ, ഒരു 10-30 വയസ്സൊക്കെ ആയിട്ടും ജോലിയൊന്നുമില്ലെങ്കിൽ വീട്ടുകാർ പറയും ഇറ്റ്സ് ഹൈ ടൈം, ഒരു ജോലിയൊക്കെ വാങ്ങിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലേ? കല്യാണം കഴിക്കേണ്ട സമയം ആയി എന്ന് പറയാറുണ്ട് അല്ലേ? ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ, കല്യാണ പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ വീട്ടുകാർ മക്കളോട് പറയും ഇറ്റ്സ് ടൈം, കല്യാണപ്രായമായി, കല്യാണം കഴിക്കേണ്ട സമയമായി. എന്നാൽ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ വീട്ടുകാർ പറയും ഇറ്റ്സ് ഹൈ ടൈം, മോനെ കല്യാണം കഴിക്കേണ്ട പ്രായം അതിക്രമിച്ചിരിക്കുന്നു. പ്രായം കൂടുമ്പോൾ ചിലപ്പോൾ പറയും അല്ലേ? ചിലപ്പോൾ കയ്യിലിരിപ്പ് കൊണ്ടും വീട്ടുകാരങ്ങനെ പറഞ്ഞേക്കാം. അപ്പോൾ ഇത്തരം വാചകങ്ങൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ അഭിമുഖീകരിക്കുന്നതാണ്. ഇറ്റ്സ് ടൈം, ഇറ്റ്സ് ഹൈ ടൈം. എന്താണ് ഇവിടുത്തെ റൂള്? നോക്കൂ, ഇറ്റ്സ് ടൈം അല്ലെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം വന്നു കഴിഞ്ഞാൽ 2 + V1, 2 എന്ന് പറയുന്ന പ്രപ്പോസിഷനും വെർബിൻ്റെ ബേസ് ഫോമും ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം ചില എക്സാമ്പിൾസ്. ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് പാക്കിംഗ്. ഇവിടെ ടു സ്റ്റാർട്ട് പാക്കിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സ്റ്റാർട്ട്? 2 കഴിഞ്ഞിട്ട് വെർബിൻ്റെ V1 ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട്. ഓക്കെ, അതായത് പാക്കിംഗ് ആരംഭിക്കേണ്ട സമയമായിരിക്കുന്നു. ഇറ്റ് ഈസ് ടൈം ടു ഗെറ്റ് എ ഗവൺമെൻറ് ജോബ്. ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കേണ്ട സമയം ആയിരിക്കുന്നു. ഇറ്റ്സ് ടൈം ടു ഗെറ്റ് എ ഗവൺമെൻറ് ജോബ്. നോക്കൂ, ഗെറ്റ് V1. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂൾ. ഇറ്റ്സ് ടൈം, ഇറ്റ്സ് ഹൈ ടൈം കഴിഞ്ഞിട്ട് 2 ഉണ്ടാകും. 2 + V1 വെർബിൻ്റെ ബേസ് ഫോം. ഇതാണ് റൂള്. ഇനിയുള്ള ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറ്റ്സ് ടൈം, ഇറ്റ്സ് ഹൈ ടൈമിൻ്റെ മറ്റൊരു റൂൾ കൂടി പഠിക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇറ്റ്സ് ടൈം, ഇറ്റ്സ് ഹൈ ടൈം കഴിഞ്ഞ് 2 വന്നു കഴിഞ്ഞാലാണ് V1. പക്ഷേ 2വിന് പകരം പ്രോനൗൺ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര്, പ്രോനൗണോ അല്ലെങ്കിൽ വ്യക്തിയുടെ പേരോ വന്നു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ പ്രോനൗണാണ് വരാറുള്ളത്, വെർബിൻ്റെ സെക്കൻഡ് ഫോമായ V2 രൂപം, പാസ്റ്റ് രൂപമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നമുക്ക് നോക്കാം എക്സാമ്പിൾ. ഇറ്റ്സ് ടൈം വി വെൻറ്റ് ഹോം. ഇറ്റ്സ് ടൈം വി വെൻറ്റ്. ഇവിടെ വി എന്ന് പറയുന്ന ഒരു പ്രോനൗൺ വന്നതുകൊണ്ട് ഇവിടെ വെർബിൻ്റെ V2 രൂപം ഉപയോഗിച്ചിരിക്കുന്നു. ഇറ്റ്സ് ടൈം വി വെൻറ്റ് ഹോം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ധാരാളം ക്വസ്റ്റ്യൻസ് ഈ രൂപത്തിലുള്ള സെൻറ്റൻസുകൾ പരീക്ഷയിൽ വന്നിട്ടുണ്ട്. ഇറ്റ്സ് ടൈം യു ഗോട്ട് എ ഗവൺമെൻറ് ജോബ്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ടൈം ഗെറ്റ് എ ഗവൺമെൻറ് ജോബ് എന്നായിരുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗോട്ട. എന്തുകൊണ്ടാണ് ഗോട്ട് പറയാൻ കാരണം? യു എന്ന് പറയുന്ന ഒരു പ്രോനൗൺ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് ടൈം, ഇറ്റ്സ് ഹൈ ടൈം കഴിഞ്ഞിട്ടൊരു പ്രോനൗണാണ് വരുന്നതെങ്കിൽ V2 ആണ്. ഒന്നുകൂടി ഞാനതിവിടെ എടുത്തെഴുതാം. ഇറ്റ്സ് ടൈം അല്ലെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം കഴിഞ്ഞിട്ട് 2 ആണ് വരുന്നതെങ്കിൽ 2 + V1. അതല്ല, പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ +V2 ആണ്. ഇതാണ് റൂള്. തൊട്ടടുത്ത യൂസേജിലേക്ക് നമ്മൾ പോവുകയാണ്. ധാരാളം നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു യൂസേജാണ് യൂസ്ഡ് ടു. നമ്മൾ പതിവായി ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനാണ് യൂസ്ഡ് ടു ഉപയോഗിക്കാറുള്ളത്. പണ്ട് ഞാൻ സ്ഥിരമായിട്ട് പതിവായിട്ട് രാവിലെ നടക്കാറുണ്ടായിരുന്നു, ഞാൻ സ്ഥിരമായി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി, പഴയ ഹാബിറ്റ് പറയാൻ വേണ്ടിയാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കാറുള്ളത്. ഓൾഡ് ഹാബിറ്റ് പറയാൻ വേണ്ടിയിട്ട്. നോക്കൂ, ഷീ യൂസ്ഡ് ടു ഡാൻസ്
എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യമല്ല അത്. ഷീ യൂസ്ഡ് ടു ഡാൻസ് എന്ന് പറഞ്ഞാൽ അവൾ ഡാൻസ് കളിക്കാറുണ്ടായിരുന്നു, നൃത്തം ചെയ്യാറുണ്ടായിരുന്നു. ഐ യൂസ്ഡ് ടു ഗോ ഫോർ എ വാക്ക് ഏർലി ഇൻ ദ മോർണിംഗ്. അതിരാവിലെ ഞാൻ നടക്കാൻ പോവാറുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ശീലമാണ്. ഇപ്പോൾ ഈ ശീലം ഇല്ല. പഴയ ശീലം പറയാനാണ് യൂസ്ഡ് ടു എന്ന് പറയുന്ന യൂസേജ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യൂസേജാണ് ബി യൂസ്ഡ് ടു. ബി യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ ING രൂപമാണ് ഉപയോഗിക്കേണ്ടത്. എന്താണ് ഈ ബി യൂസ്ഡ് ടു? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, ബി ഒരു കോമണായ ഒരു വേർഡാണ്. അതായത് ചില ഓക്സിലറി വെർബുകൾക്ക് പറയുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് ബി. അതൊരു ഫാമിലി നെയിമാണ്. ഏത് ഓക്സിലറി വെർബിൻ്റെ ഫാമിലി നെയിമാണ്? ഈസ്, ആം, ആർ എന്ന് പറയുന്ന വാസും വേറും അക്കൂട്ടത്തിൽ പെടും. ഈസ്, ആം, ആറ്, വാസ്, വേറ് പോലെയുള്ള കണ്ടിന്യൂസ് ടെൻസുകളിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബുകളുടെ ഒരു പൊതുവായ ഒരു വിളിപ്പേരാണ് ബി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബി പ്ലസ് യൂസ്ഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് പ്ലസ് യൂസ്ഡ് ടു ആവാം, ആം പ്ലസ് യൂസ്ഡ് ടു ആവാം, ആർ പ്ലസ് യൂസ്ഡ് ടു ആവാം. ഇതിൽ മൂന്നും ആവാം. ഈ മൂന്നെണ്ണത്തിന് പകരം അവിടെ ബി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബി യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ ING ആണ് ഉപയോഗിക്കേണ്ടത്. നോക്കൂ, ഷീ ഈസ് യൂസ്ഡ് ടു. നോക്കൂ, ഇസ് എന്ന് പറയുന്നത് ബി ആണ്, ബിക്ക് തുല്യമാണ്, ബിയുടെ മറ്റൊരു രൂപമാണ്. ഷീ ഈസ് യൂസ്ഡ് ടു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ING ഉപയോഗിച്ചു, ഡാൻസിങ്. ഇനി ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്? ഷീ ഈസ് യൂസ്ഡ് ടു ഡാൻസിങ് എന്ന് പറഞ്ഞാൽ അവൾ പതിവായിട്ട് നൃത്തം ചെയ്യാറുണ്ട് എന്നാണ്. ഇപ്പം ചെയ്യുന്ന കാര്യം, ഇപ്പോഴത്തെ ശീലം പറയാൻ നമ്മൾ ബി യൂസ്ഡ് ടു പറയുന്നു. നേരത്തെ പറഞ്ഞ യൂസ്ഡ് ടു പാസ്റ്റിലെ കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. പഴയ ശീലങ്ങൾ പറയാൻ വേണ്ടി യൂസ്ഡ് ടു ഉപയോഗിക്കുമെങ്കിൽ പുതിയ ശീലങ്ങൾ പറയാൻ വേണ്ടി ബി യൂസ്ഡ് ടു ഉപയോഗിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഐ ആം യൂസ്ഡ് ടു കണ്ട ആം എന്ന് പറയുന്നത് ബിയുടെ രൂപമാണ്. യൂസ്ഡ് ടു ഗോയിങ്, ഗോയിങ് എന്ന് പറയുമ്പോൾ ING കൂട്ടിയിരിക്കുകയാണ്. ഐ ആം യൂസ്ഡ് ടു ഗോയിങ് ഫോർ എ വാക്ക് ഏർലി ഇൻ ദ മോർണിംഗ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് അതിരാവിലെ നടക്കാൻ പോവാറുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ 8 യൂസേജുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് പരിശോധിക്കാം. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞിരുന്നു യൂസേജ് എന്ന് പറയുന്നത് 15 യൂസേജ് നമുക്ക് പഠിക്കാനുണ്ട് PSC പരീക്ഷയ്ക്ക്. അതെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതുവരെ പഠിച്ച 8 യൂസേജസ് ആണ് ഈ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി യൂസേജസ് നമ്മൾ അടുത്ത അധ്യായത്തിലാണ്, അടുത്ത വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യുക. ഇതുവരെ പഠിച്ച ഈ 8 യൂസേജുമായി ബന്ധപ്പെട്ട 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. ഇത് നേരത്തെ ഒരു പക്ഷേ നിങ്ങൾ എക്സാമ്പിൾ കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഇത് LDC പരീക്ഷയുടെ ഒരു മുൻ വർഷ ചോദ്യമാണ്. ഏതാണ് ഇവിടെ ശരിയായ ഉത്തരം? ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. നമുക്കറിയാം ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എപ്പോഴും ടു ഉണ്ടാകും. ആ പോയിൻ്റ് അറിയുമെങ്കിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഈ സൈഡിൽ ഇങ്ങനെ നോക്കിയാൽ മതി, ഇതാ ടു ഉള്ള ഒരേ ഒരു ആൻസർ ഇത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ടു ഉണ്ടാകും, വെർബിൻ്റെ ING ഉണ്ടാവണം. ടു ഹിയറിങ്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. യു ഹാഡ് ബെറ്റർ. ഇത് ജയിൽ വാർഡൻ പരീക്ഷയ്ക്ക് 2014 ചോദ്യമാണ്. ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ ഈറ്റ് മോർ ഫ്രൂട്ട്സ്, ഓപ്ഷൻ ബി ടു ഈറ്റ് മോർ ഫ്രൂട്ട്സ്, ഓപ്ഷൻ സി ഈറ്റൻ മോർ ഫ്രൂട്ട്സ്, ഓപ്ഷൻ ഡി ടു എയ്റ്റ് മോർ ഫ്രൂട്ട്സ്. ഏതായിരിക്കും ശരി ഉത്തരം? യു ഹാഡ് ബെറ്റർ നമുക്കറിയാം ഹാഡ് ബെറ്റർ വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ V1 രൂപമാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇതാ ഈറ്റ്. ഇവിടെ ടു ഈറ്റ് പറ്റില്ല, ഈറ്റൺ പറ്റില്ല, ടു എയ്റ്റ് പറ്റില്ല. ഇതൊക്കെ തെറ്റാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ. VEO പരീക്ഷ 2014 വില്ലേജ് എക്സ്റ്റൻഷൻ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ ക്ലോസസ്, ഓപ്ഷൻ ബി ക്ലോസ്ഡ്, ഓപ്ഷൻ സി ക്ലോസിങ്, ഓപ്ഷൻ ഡി ഈസ് ക്ലോസിങ്. ഏതാണ് ശരി ഉത്തരം? വുഡ് യു മൈൻഡ് നമ്മൾ 2 റൂൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വുഡ് യു പഠിച്ചിട്ടുണ്ട്, വുഡ് യു പഠിച്ചിട്ടുണ്ട്, വുഡ് യു മൈൻഡും പഠിച്ചിട്ടുണ്ട് അല്ലേ? വുഡ് യു മൈൻഡ്
ഇത് രണ്ടുമായി ബന്ധപ്പെട്ട റൂൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ സ്വാഭാവികമായും വുഡ് യു മൈൻഡ് ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ING വേണം വെർബിൻ്റെ. ക്ലോസിംഗ് ആണ് ശരി ഉത്തരം. വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ വിൻഡോ? ജനലടയ്ക്കുന്നതിൽ വിരോധമുണ്ടോ? ജനലൊന്ന് അടയ്ക്കുന്നതിൽ വിരോധമുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ടൈം ദ ചിൽഡ്രൻ ഡാഷ് 2011 ചോദ്യമാണ്. ഓപ്ഷൻ എ വെൻറ്റ് ടു ബഡ്, ഓപ്ഷൻ ബി ഗോ ടു ബഡ്, ഓപ്ഷൻ സി ഗോസ് ടു ബഡ്, ഓപ്ഷൻ ഡി ഗോയിങ് ടു ബഡ്. ഏതാണ് ശരി ഉത്തരം? ഇറ്റ്സ് ടൈം ദ ചിൽഡ്രൻ. തീർച്ചയായിട്ടും നമുക്കറിയാം ഇറ്റ് ഈസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം. ഇറ്റ്സ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം കഴിഞ്ഞിട്ട് വരുന്നത് ഒരു പ്രോനൗണോ ഒരു നാമമോ ഒരു നെയിമോ ആണ് എങ്കിൽ, നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഒരു നൗണാണ്. നൗണാണ് വരുന്നതെങ്കിൽ V2 ഉപയോഗിക്കണം. ഇത് കഴിഞ്ഞിട്ട് ടു ആണ് വരുന്നതെങ്കിൽ V1 ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ നാമമായതുകൊണ്ട് ദ ചിൽഡ്രൻ ഒരു നാമമായതുകൊണ്ട് V2 വെൻറ്റ് ടു ബഡ്. ഇറ്റ്സ് ടൈം ദ ചിൽഡ്രൻ വെൻറ്റ് ടു ബഡ്. കുട്ടികൾ ഉറങ്ങേണ്ട സമയമായിരിക്കുന്നു എന്നാണ്. ഇറ്റ്സ് ടൈം ദ ചിൽഡ്രൻ V2 ആണ് ശരിയായിട്ടുള്ള പ്രയോഗം. വെർബിൻ്റെ V2 രൂപമാണ്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എ ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഇതും VOയ്ക്ക് 2015 VOയ്ക്ക് ചോദിച്ചാണ്. ഐ യൂസ്ഡ് ടു ഡാഷ് വെൻ ഐ വാസ് എ ചൈൽഡ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ. ഓപ്ഷൻ എ ഡാൻസിങ്, ഓപ്ഷൻ ബി ഡാൻസ്ഡ്, ഓപ്ഷൻ സി ഡാൻസസ്, ഓപ്ഷൻ ഡി ഡാൻസ്. ഐ യൂസ്ഡ് ടു. നമുക്കറിയാം യൂസ്ഡ് ടു എന്ന് പറയുന്ന പ്രയോഗം എന്താണ്? പണ്ട് ചെയ്തിരുന്ന ഒരു ശീലം പറയാനാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുക അല്ലേ? യൂസ്ഡ് ടു പഴയ ശീലം പറയാനും ബി യൂസ്ഡ് ടു പുതിയ ശീലം പറയാനുമാണ്, ഇപ്പോഴുള്ള ശീലം പറയാനുമാണ്. അങ്ങനെയെങ്കിൽ പഴയ ശീലം എന്ന രീതിയിൽ ഇവിടെ എന്താണ്? യൂസ്ഡ് ടു ഡാൻസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി. നമുക്കറിയാം യൂസ്ഡ് ടു പ്ലസ് V1ഉം ബി യൂസ്ഡ് ടു പ്ലസ് വെർബിൻ്റെ ING രൂപവുമാണ്. അപ്പോൾ V1 എന്ന രീതിയിൽ ബേസ് ഫോം എന്ന രീതിയിൽ ഡാൻസ് ആണ് ഇവിടെ ശരി ഉത്തരം. ഐ യൂസ്ഡ് ടു ഡാൻസ് വെൻ ഐ വാസ് എ ചൈൽഡ്. ഓക്കെ, അപ്പോൾ 9ാമത്തെ യൂസേജ് PSC പരീക്ഷയ്ക്ക് വേണ്ട പ്രധാനപ്പെട്ട 15 യൂസേജസിൽ 9ാമത്തെ യൂസേജാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ലെസ്റ്റ് എന്ന് പറയുന്ന വാക്കാണ്. ഇവിടെ ലെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഉപയോഗം നമുക്ക് പറയാം. എന്താണ് ലെസ്റ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? ലെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നാണ് അർത്ഥം. ലെസ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സെൻറ്റൻസിനകത്തൊരു ഷുഡ് ഉണ്ടാവും. ഷുഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു ഓക്സിലറി വെർബ് കൂടിയാണ്. സ്റ്റഡി വെൽ, നന്നായി പഠിക്കൂ. ലെസ്റ്റ് അല്ലെങ്കിൽ യു ഷുഡ് ഫെയിൽ ദ എക്സാമിനേഷൻ. നന്നായി പഠിക്കൂ അല്ലെങ്കിൽ നീ പരീക്ഷയിൽ തോക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ ലെസ്റ്റ് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ എന്ന് പറയാൻ, ഇല്ലെങ്കിൽ എന്ന് പറയാനാണ് ലെസ്റ്റ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ, ഇല്ലെങ്കിൽ, ഇതാണ് ലെസ്റ്റിൻ്റെ ഉപയോഗം. ഓക്കെ. വാക്ക് ഫാസ്റ്റ്, പെട്ടെന്ന് നടക്കൂ. ലെസ്റ്റ് യു ഷുഡ് ലേറ്റ് ടു ഗെറ്റ് ദിയർ. വാക്ക് ഫാസ്റ്റ്, വളരെ വേഗത്തിൽ നടക്കൂ. ലെസ്റ്റ് അല്ലെങ്കിൽ യു ഷുഡ് ലേറ്റ് ടു ഗെറ്റ് ദിയർ, നീ അവിടെ എത്താൻ വൈകും. വേഗത്തിൽ നടക്കൂ, ഇല്ലെങ്കിൽ നീ അവിടെ എത്താൻ വൈകും. പ്രധാനപ്പെട്ട ഒരു യൂസേജാണ്. ഇനി അടുത്തത് ടു എന്ന് പറയുന്ന ഉപയോഗം. നമ്മൾ സ്ഥിരമായിട്ട് സംഭാഷണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ടു. എന്താണ് ടു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നോക്കൂ. ദ വേർഡ്സ് ടു ഹാവ് എ നെഗറ്റീവ് മീനിങ്. ഇതൊരു നെഗറ്റീവ് അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. ഇറ്റ് മീൻസ് മോർ ദാൻ ഇസ് നെസസറി ഓർ ഡിസൈറബിൾ. എന്തെങ്കിലും മോർ ദാൻ നെസസറി അല്ലെങ്കിൽ ഡിസൈറബിൾ ആണെന്ന് പറയാം. അതായത് എന്തെങ്കിലും ആവശ്യത്തിൽ കൂടുതലാണ് അല്ലെങ്കിൽ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന അർത്ഥത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. ഒരു ഗ്ലാസ് ചായ. ഓക്കെ, ഈ ചായ കുടിക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ്. ഈ ചായ കുടിക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ്. എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുക? ദിസ് ടീ ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക് എന്നാണ് പറയാം. ദിസ് ടീ ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. നോക്കൂ, ടു ഹോട്ട് ടു ഡ്രിങ്ക്. ടു ഹോട്ട് ടു ഡ്രിങ്ക്. കുടിക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ് ഈ ചായ. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഐ വാസ് വെരി ബിസി. ഞാൻ വളരെയധികം തിരക്കാണ്. ഐ കുഡ് നോട്ട് ടോക്ക് ടു ഹർ. എനിക്ക് അവളോട് സംസാരിക്കാൻ കഴിയും. ഈ രണ്ട് സെൻറ്റൻസ് നമുക്ക് ടു വെച്ചിട്ട് അങ്ങ് യോജിപ്പിച്ചാലോ? എങ്ങനെയാണ് യോജിപ്പിക്കുക? ഒന്ന് നോക്കിയേ.
ഐ വാസ് വെരി ബിസി. ഞാനിപ്പോൾ ഈ ചായയുടെ കേസ് പറഞ്ഞ പോലെ ദിസ് ടീ ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. കുടിക്കാൻ പറ്റാത്ത അത്രയും ചൂടാണ്. ദിസ് ടീ ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞ പോലെ ഐ വാസ് വെരി ബിസി. ഞാൻ വളരെയധികം ബിസിയായിരുന്നു, തിരക്കായിരുന്നു. ഐ കുഡ് നോട്ട് ടോക്ക് ടു ഹർ. എനിക്ക് അവളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ ഇതിനായി ടു വെച്ച് യോജിപ്പിക്കാൻ സാധിക്കുക? ഐ വാസ് ടു ബിസി. നോക്കൂ, ഐ വാസ് ടു ബിസി ടു ടോക്ക് ടു ഹർ. അപ്പോൾ ബിസി എന്ന് പറയുന്ന ആഡ്വർബിൻ്റെ കൂടെ ഐ വാസ് ടു ബിസി, ഞാൻ വളരെയധികം തിരക്കാണ്. എങ്ങനെ? ടു ടോക്ക് ടു ഹർ, അവളോട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ തിരക്കാണ്, അത്രയധികം തിരക്കാണ്. ഇതാണ് ടുവിൻ്റെ പ്രയോഗം. ഒരു എക്സാമ്പിളോട് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് വെരി ഹോട്ട്. ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, വളരെയധികം ചൂടാണ്. ഇത് ചായയുടെ ചൂടല്ല ഇപ്പോൾ പറയുന്നത്. ഇറ്റ് വാസ് വെരി ഹോട്ട്, വി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ഔട്ട്. അതുകൊണ്ട് വി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ഔട്ട്, ചൂടായതുകൊണ്ട് നമുക്ക് പുറത്ത് പോവേണ്ടതില്ല. ഇറ്റ് വാസ് വെരി ഹോട്ട്, നല്ല ചൂടാണ്, അതുകൊണ്ട് വി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ഔട്ട്, ഞങ്ങൾക്ക് പുറത്ത് പോവേണ്ടതില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ്? ഇറ്റ് വാസ് ടു ഹോട്ട് ടു ഗോ ഔട്ട്. അപ്പോൾ വളരെയധികം ചൂടായതുകൊണ്ട് നമുക്ക് പുറത്തു പോകാൻ സാധിക്കുന്നില്ല. ഇറ്റ് വാസ് വെരി ഹോട്ട്, വി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ഔട്ട്. ഇറ്റ് വാസ് ടു ഹോട്ട് ടു ഗോ ഔട്ട്, പുറത്ത് പോകാൻ പറ്റാത്ത അത്രയും ചൂടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ സാധിക്കാത്ത അത്രയും ഒരു പ്രതിസന്ധി നമ്മൾ നേരിടുകയാണെങ്കിൽ നെഗറ്റീവായ അർത്ഥത്തിൽ തന്നെയാണ് ടു ഉപയോഗിക്കുന്നത്. അത്തരം സിറ്റുവേഷനിൽ ടു ഉപയോഗിക്കുന്നു. ഇതാണ് ടു എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അൺലെസ് ആണ്. വാട്ട് ഈസ് അൺലെസ്? അൺലെസ് എന്ന് പറയുന്നത് ഇഫ് നോട്ട് എന്ന് പറയുന്ന പ്രയോഗത്തിന് തുല്യമാണ്. ഇഫ് നോട്ട്, എന്താണ് ഇഫ്? ഇഫിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണ് അർത്ഥം. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഇഫ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ. അൺലെസ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ. അപ്പോൾ അൺലെസ് ഈക്വൽ ടു ഇഫ് നോട്ട്, അല്ലെങ്കിൽ. അപ്പോൾ അൺലെസ് മീൻസ് ഇഫ് നോട്ട്. വി യൂസ് ഇറ്റ് ഇൻ എ കണ്ടീഷണൽ സെൻറ്റൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഇഫ് നോട്ട്. ഇഫ് നോട്ടിന് പകരമായിട്ട് കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ നമ്മൾ അൺലെസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇഫ് ക്ലോസ് പഠിച്ച ആൾക്കറിയാം, ഇഫ് ക്ലോസിൽ ചില റൂൾസൊക്കെ ഉണ്ട്. അതേ റൂൾസ് തന്നെയാണ് അൺലെസ്സിലും. ഇഫ് ക്ലോസിൻ്റെ റൂൾസ് അറിയാത്തവർ ഇതേ സീരീസിൽ ഞാൻ മുമ്പ് ഇഫ് ക്ലോസിനെ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്നൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇഫ് ക്ലോസ് എന്താണ്, ഇഫിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാകും. ഇഫിൻ്റെ ഉപയോഗം അറിയുമെങ്കിൽ അൺലെസ്സിൻ്റെ ഉപയോഗം പഠിക്കേണ്ടതില്ല. അതേ ഉപയോഗം തന്നെയാണ് അൺലെസ്സിന്. ഇഫിൻ്റെ ഉപയോഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇഫ് നോട്ടാണ് അൺലെസ്സിൻ്റെ മീനിങ്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ നോക്കൂ, യു വിൽ ഡാമേജ് യുവർ ഹെൽത്ത് അൺലെസ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ്. യു വിൽ ഡാമേജ് യുവർ ഹെൽത്ത്, നീ നിൻ്റെ ഹെൽത്ത് നശിപ്പിക്കും. എങ്ങനെ? അൺലെസ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ്, പുകവലി അവസാനിപ്പിച്ചില്ലെങ്കിൽ നിൻ്റെ ആരോഗ്യം, അല്ലെങ്കിൽ നിൻ്റെ ആരോഗ്യം നാശാവും, ഡാമേജ് ആയി പോവും. അൺലെസ്. ഈ സെൻറ്റൻസ് നിങ്ങൾ നോക്കൂ, യു വിൽ ഡാമേജ് യുവർ ഹെൽത്ത് ഇഫ് യു ഡു നോട്ട് സ്റ്റോപ്പ് സ്മോക്കിംഗ്. ഇത് രണ്ടും സെയിം അല്ലേ? യു വിൽ ഡാമേജ് യുവർ ഹെൽത്ത്, നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും. എങ്ങനെ? ഇഫ് യു ഡു നോട്ട് സ്റ്റോപ്പ് സ്മോക്കിംഗ് അവസാനിപ്പിച്ചില്ലെങ്കിൽ. അതുതന്നെയാണ് അൺലെസ് വെച്ച് പറഞ്ഞിരിക്കുന്നത്. യു വിൽ ഡാമേജ് യുവർ ഹെൽത്ത് അൺലെസ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ്. മറ്റൊരു സെൻറ്റൻസ് നോക്കാം. അൺലെസ് ഷീ വാസ് വർക്കിംഗ് ലേറ്റ് ഷീ വുഡ് ബി ഹിയർ. അൺലെസ് ഷീ വാസ് വർക്കിംഗ് ലേറ്റ്, അവൾ വൈകി ജോലി ചെയ്തില്ലായിരുന്നെങ്കിൽ ഷീ വുഡ് ബി ഹിയർ, അവളവിടെ ഉണ്ടാകുമായിരുന്നു. ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് പ്രസൻറ്റിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. യു വിൽ ഡാമേജ് യുവർ ഹെൽത്ത് അൺലെസ് യു സ്റ്റോപ്പ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത് V1 രൂപമാണ്, അതല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇവിടെ നോക്കൂ, ഷീ വുഡ് ബി ഹിയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സെൻറ്റൻസ് ഷീ വാസ് വർക്കിംഗ് ലേറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് രൂപമാണ്. അൺലെസ് ഷീ വാസ് വർക്കിംഗ് ലേറ്റ്. അപ്പോൾ ഇവിടെ അൺലെസ് ചേർത്തിട്ടുള്ള സബോർഡിനേറ്റ് ക്ലോസ് ഇവിടെ രണ്ടാമതിരിക്കുന്നു. ഇവിടെ അൺലെസ് ചേർത്തിട്ടുള്ള സബോർഡിനേറ്റ് ആദ്യം ഇരിക്കുന്നു. ഇഫ് ക്ലോസ് അങ്ങനെയാണല്ലോ. ഇഫ് ക്ലോസിൽ സബോർഡിനേറ്റ് ക്ലോസ് രണ്ടാമത് വരാം, ആദ്യം വരാം, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതാം. ഇഫ് ക്ലോസിൽ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവും അല്ലേ? നമ്മളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ ഭാഗം നിങ്ങൾ നിർബന്ധമായി കാണുക. അപ്പോൾ ഇവിടെ അൺലെസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, ഇല്ലെങ്കിൽ എന്നാണ് അർത്ഥം. ഇഫ് ഷീ വാസ് നോട്ട് വർക്കിംഗ് ഷീ വുഡ് ബി ഹിയർ. ഷീ വാസ് നോട്ട്, ഇവിടെ ഒരു ലേറ്റ് ഉണ്ട് കേട്ടോ, വർക്കിംഗ് ലേറ്റ് ഉണ്ട്, മിസ്സിങ് ആണ്.
അപ്പോൾ ഇഫ് ഷി വാസ് നോട്ട് വർക്കിംഗ് ലേറ്റ് ഷി വുഡ് ബി ഹിയർ. അവൾ അങ്ങനെ വൈകി ജോലി ചെയ്തില്ലായിരുന്നെങ്കിൽ അവൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റിൽ ഒരു സെൻറ്റൻസ് തന്നിരിക്കുകയാണ്. ഐ വുഡൻ ഹാവ് ടേക്കൺ റഹീം അൺലെസ് ഹിസ് കാർ ഹാഡ് ഇൻ ബ്രോക്കൺ ഡൗൺ. അവൻ്റെ കാർ, റഹീമിൻ്റെ കാറ് തകർന്നു പോയിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സോറി, റഹീമിൻ്റെ കാറ് കേടായിപ്പോയിട്ടില്ലായിരുന്നെങ്കിൽ, ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ കേടായി പോവുക. ഓക്കെ, അപ്പോൾ റഹീമിൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി പോയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഐ വുഡിൻ ഹാവ് ടേക്കൺ ഹിം, ഞാൻ അവനെ കൂട്ടില്ലായിരുന്നു, അവനെ കൊണ്ടുവരില്ലായിരുന്നു. അതിന് നമുക്ക് വേറെ രൂപത്തിൽ പറയാം, ഇഫ് റഹീംസ് കാർ ഹാഡ് നോട്ട് ബ്രോക്കൺ ഡൗൺ ഐ വുഡ് നോട്ട് ഹാവ് ടേക്കൺ ഹിം. അപ്പോൾ ഇഫ് റഹീംസ് കാർ ഹാഡ് നോട്ട് ബ്രോക്കൺ ഡൗൺ. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അൺലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഫ് നോട്ടിന് തുല്യമാണെന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത്. ഇവിടെ വേറെ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അൺലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ, ഇല്ലെങ്കിൽ എന്നാണെന്ന് മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെ ഉപയോഗം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇഫ് നോട്ടുമായി കമ്പാരിസൺ നടത്തിക്കൊണ്ട് ഇത്രയും സെൻറ്റൻസുകൾ പറഞ്ഞത്. ഇഫ് ക്ലോസിൻ്റെ ഉപയോഗം, ഇഫ് ക്ലോസ് നമുക്കറിയാം, സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവും, ഒരു മെയിൻ ക്ലോസ് ഉണ്ടാവും. സബോർഡിനേറ്റ് ക്ലോസിൽ പ്രസൻ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വില്ലുണ്ടാകും. സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഉണ്ടാകും. സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഉണ്ടാകും. ഇത് ഇഫ് ക്ലോസിൻ്റെ റൂളാണ്. അതേ റൂൾ ഇവിടെ അൺലെസ്സിന് ആപ്ലിക്കബിൾ ആണ്. ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇഫ് ക്ലോസ് പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ദയവായി ആ വീഡിയോ പോയി കാണുക. അടുത്ത റൂളിലേക്ക് വരാം. വുഡ് റാദർ പരീക്ഷയ്ക്ക് വരുന്ന മറ്റൊരു യൂസേജാണ് വുഡ് റാദർ. വുഡ് റാദർ കഴിഞ്ഞാൽ വെർബിൻ്റെ V1 രൂപമാണ് ഉപയോഗിക്കേണ്ടത്. ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ചില എക്സാമ്പിൾസ് നോക്കാം. ഐ വുഡ് റാദർ കൺസൾട്ട് എ ഡോക്ടർ. ഒരു ഡോക്ടറെ കാണാനാണ് എനിക്കിഷ്ടം. ഇതും ചോയ്സാണ് പറയുന്നത്, താല്പര്യം പറയാൻ വേണ്ടിയിട്ട്. എനിക്കതാണ് താല്പര്യം, ഇതാണ് താല്പര്യം എന്ന് പറയാൻ വേണ്ടിയാണ് വുഡ് റാദർ ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഹാഡ് ബെറ്ററിന് തുല്യമായിട്ടുള്ള പ്രയോഗം തന്നെയാണത്. ഐ വുഡ് റാദർ കൺസൾട്ട് എ ഡോക്ടർ. ഒരു ഡോക്ടറെ കാണിക്കാനാണ് എനിക്ക് താല്പര്യം. യു വുഡ് റാദർ വാക്ക് നൗ. യു വുഡ് റാദർ വാക്ക് നൗ. നീ ഇപ്പം നടക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം, എൻ്റെ താല്പര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, കൺസൾട്ട്, വാക്കൊക്കെ V1 രൂപങ്ങളാണ്. അപ്പോൾ വുഡ് റാദർ കഴിഞ്ഞാൽ V1 ഉപയോഗിക്കണം എന്നുള്ളതാണ് റൂള്. ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക് വരും. വീണ്ടും ഞാനത് വുഡ് റാദർ കൊണ്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ചെറിയ ഒരു പോയിന്റ് ഉണ്ട്. വുഡ് റാദർ കഴിഞ്ഞിട്ട് പ്രോനൗൺ വന്നു കഴിഞ്ഞാൽ, തൊട്ട് മുമ്പിൽ നമ്മൾ വുഡ് റാദർ പ്ലസ് V1 പറഞ്ഞു. എന്നാൽ വുഡ് റാദർ കഴിഞ്ഞിട്ട് ഒരു പ്രോനൗൺ അല്ലെങ്കിൽ ഒരു നെയിം ഉണ്ട് എങ്കിൽ, ഒരു നാമമുണ്ട് എങ്കിൽ, ഐ വുഡ് റാദർ യു, ഇത് യു ആണ് കേട്ടോ, ഐ വുഡ് റാദർ യു കൺസൾട്ടഡ് എ ഡോക്ടർ. നീ ഒരു ഡോക്ടറെ കാണിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. ഐ വുഡ് റാദർ യു കൺസൾട്ടഡ് എ ഡോക്ടർ. ഇവിടെ V2 ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് V2 ഉപയോഗിച്ചത്? ഇവിടെ പ്രോനൗൺ വന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഈ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളോടെ നമുക്കൊന്ന് കടന്നു പോകാം. ഇപ്പോൾ 13 യൂസേജായി. ഷീ ഈസ് ഡാഷ് സ്മോൾ ടു ലിഫ്റ്റ് ദ വെയ്റ്റ്. ഷീ ഈസ് ഡാഷ് സ്മോൾ ടു ലിഫ്റ്റ് ദ വെയ്റ്റ് 2015 ചോദ്യമാണ്. ലീഗൽ അസിസ്റ്റൻ്റ്. ഓപ്ഷൻ എ സോ, ഓപ്ഷൻ ബി ടു, ഓപ്ഷൻ സി വെരി, ഓപ്ഷൻ ഡി മോർ. ഏതായിരിക്കും ഇവിടെ ശരി ഉത്തരം? പറയാവോ? ഒറ്റ വായനത്തിന് ആൻസർ കിട്ടും നമുക്ക്, അല്ലേ? ഇവിടെ ഒരു ക്ലൂ ഇരിക്കുന്നുണ്ട്, 2. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ടു എന്നൊരു പ്രയോഗമുണ്ട്. ഷീ ഈസ് ടു സ്മോൾ. അവൾ വളരെയധികം ചെറുതാണ്. ടു ലിഫ്റ്റ് ദ വെയ്റ്റ്. ലിഫ്റ്റ് ദ വെയ്റ്റ്, വെയ്റ്റ് ഉയർത്താൻ കഴിയാത്ത രീതിയിൽ അവൾ അത്രയും ചെറുതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം. അൺലെസ് യു ചേഞ്ച് യുവർ ഹാബിറ്റ്സ്. നീ നിൻ്റെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ, യു വുഡ് സഫർ, യു ഷുഡ് സഫർ, യു വിൽ സഫർ, യു ഷാൾ സഫർ. ഏതാ ശരി ഉത്തരം? അൺലെസ് യു ചേഞ്ച് യുവർ ഹാബിറ്റ്സ്. നീ നിൻ്റെ സ്വഭാവം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ, മാറ്റിയില്ലെങ്കിൽ. ഇത് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് 2014 ചോദ്യമാണ്. നോക്കൂ, ശരി ഉത്തരം ഏതാണ്? അൺലെസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇഫ് നോട്ടിന് തുല്യമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഇഫ് നോട്ട് യു ചേഞ്ച്, അല്ലെങ്കിൽ അൺലെസ് യു ചേഞ്ച് യുവർ ഹാബിറ്റ്, നീ നിൻ്റെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ, ഇവിടെ ചേഞ്ച് V1 ആണ്. ഇഫ് ക്ലോസിൻ്റെ റൂള് പ്രകാരം നമുക്കറിയാം പ്രസൻറ്റ് ടെൻസ് ആണ് വരുന്നത് സബോർഡിനേറ്റ് ക്ലോസ് എങ്കിൽ, ഇപ്പുറത്ത് വില്ലുണ്ടാകും. പാസ്റ്റ് ടെൻസ് ആണ് സബോർഡിനേറ്റ് ക്ലോസിൽ വരുന്നെങ്കിൽ ഇവിടെ വുഡ് ഉണ്ടാകും. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരുന്നെങ്കിൽ ഇവിടെ വുഡ് ഹാവ് ഉണ്ടാകും. ഇതാണല്ലോ
ഇഫ് ക്ലോസിൻ്റെ റൂള്, ഇത് ഇഫ് ക്ലോസ് റൂളാണ് അല്ലേ? ഇഫ് ക്ലോസിൻ്റെ സെയിം റൂളല്ലേ അൺലെസ്സിന്, കാരണം ഇഫ് നോട്ട് എന്നാണ് അൺലെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ചേഞ്ച് എന്ന് പറയുന്ന ഈ സെൻറ്റൻസിൽ അൺലെസ് യു ചേഞ്ച്, ഇത് സബോർഡിനേറ്റ് ക്ലോസിൽ ചേഞ്ച് വന്നിരിക്കുകയാണ്, V1 വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ വില്ലാണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ വുഡ് പറ്റില്ല, ഷുഡ് പറ്റില്ല, ഷാൾ പറ്റില്ല, യു വിൽ സഫർ. ഓക്കെ, അൺലെസ് യു ചേഞ്ച് യുവർ ഹാബിറ്റ്സ് യു വിൽ സഫർ. നീ നിൻ്റെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നീ ബുദ്ധിമുട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത പോയിന്റിലേക്ക് വരാം. ഐ വുഡ് റാദർ യു ഡാഷ് എ സോങ്. പലരെയും കുഴപ്പിച്ചൊരു ചോദ്യം 2011. നമ്മളിപ്പോൾ പഠിച്ച റൂൾസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തെറ്റില്ല. ഓപ്ഷൻ എ ഡാൻസ് ദാൻ സിങ്, ഓപ്ഷൻ ബി ഡാൻസ് ദാൻ സാങ്, ഓപ്ഷൻ സി ഡാൻസ്ഡ് ദാൻ സിങ്, ഓപ്ഷൻ ഡി ഡാൻസ്ഡ് ദാൻ സാങ്. എന്താണ് ഇവിടെ സെൻറ്റൻസ്? നമ്മൾ വുഡ് റാദർ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ വുഡ് റാദർ പ്ലസ് പ്രോനൗണും പഠിച്ചിട്ടുണ്ട്. വുഡ് റാദർ പ്ലസ് പ്രോനൗൺ വരികയാണെങ്കിൽ ഇവിടെ യു ഒരു പ്രോനൗണാണ് അല്ലേ? ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ പ്രോനൗൺ. എന്താ ഈ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ? യു, ഹി അല്ലേ, ഷീ, ദേ, മീ, ഐ, ഇതെല്ലാം പ്രോനൗൺസുകളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോനൗൺ, ഐ വുഡ് റാദർ യു എന്ന് പറയുന്ന പ്രോനൗൺ വന്നതുകൊണ്ട് നമുക്കറിയാം V2 ആണ് ഉപയോഗിക്കുന്നത്. ഡാൻസ്ഡ് ഡാൻസിങ് ആണ് ശരി. ഇവിടെയും ഡാൻസ്ഡ് ഉണ്ട്, പക്ഷേ ഇവിടെ സാങ് വന്നതുകൊണ്ട് ഇത് തെറ്റി അല്ലേ? ഡാൻസ്ഡ് ദാൻ സിങ്, സിങ് തന്നെ വേണം. അപ്പോൾ ഇതാണ് ഇവിടെ ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമുക്ക് അടുത്തതിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. എന്താ 4ാമത്തെ ചോദ്യം? ഐ വുഡ് റാദർ ഡാഷ് വിത്ത് യു. ഓപ്ഷൻ എ സ്റ്റേ, ഓപ്ഷൻ ബി സ്റ്റേഡ്, ഓപ്ഷൻ സി ടു സ്റ്റേ, ഓപ്ഷൻ ഡി സ്റ്റേയിങ്. ഇവിടെ ശരി ഉത്തരം ഏതാണ്? വുഡ് റാദർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വുഡ് റാദർ കഴിഞ്ഞിട്ട് V1 ആണ് വേണ്ടത്. വുഡ് റാദർ കഴിഞ്ഞിട്ട് പ്രോനൗൺ ഉണ്ടെങ്കിലേ V2ൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ പ്രോനൗൺ അല്ല, വെറും വുഡ് റാദർ ആണ്. ഐ വുഡ് റാദർ സ്റ്റേ വിത്ത് യു, നിൻ്റെ കൂടെ താമസിക്കാനാണ് എനിക്കിഷ്ടം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ബി കെയർഫുൾ, സൂക്ഷിക്കുക. ഡാഷ് യു ഫോൾ ഫ്രം ദ ട്രീ. ഫോർ, ടിൽ, ലെസ്റ്റ്, അണ്ടർ. ഏതാണ് ഇവിടെ ശരി ഉത്തരം? ഒന്ന് കൂട്ടി വായിച്ചാൽ മതി. ബി കെയർഫുൾ ഫോർ യു ഫോൾ ഫ്രം ദ ട്രീ, ബി കെയർഫുൾ ടിൽ യു ഫോൾ ഫ്രം ദ ട്രീ, ബി കെയർഫുൾ ലെസ്റ്റ് യു ഫോൾ ഫ്രം ദ ട്രീ, ബി കെയർഫുൾ അണ്ടർ യു ഫോൾ ഫ്രം ദ ട്രീ. വായനയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ലെസ്റ്റ് ആണ് ഇവിടെ ശരി ഉത്തരം അല്ലേ? ബി കെയർഫുൾ, സൂക്ഷിക്കുക. അല്ലെങ്കിൽ, ലെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ യു ഫോൾ ഫ്രം ട്രീ, നീ മരത്തിൽ നിന്നും വീഴും. അല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പഠിക്കാനുള്ള പോയിന്റുകൾ. ഈ 2 വാക്കുകളുടെ ഉപയോഗം എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. PSC പരീക്ഷയിൽ സാധാരണ ചോദിക്കുന്ന ഒരു വാക്കാണ്, ഒരു യൂസേജാണ് ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ് എന്ന് പറയുന്ന വാക്ക്. രണ്ടും ഒരേ അർത്ഥമുള്ള, ഒരേ രീതിയിൽ പ്രയോഗിക്കാവുന്ന വാക്കുകളായതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് പറയുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ഈക്വൽ ടു ഡെസ്പൈറ്റ്, രണ്ടും തുല്യമായ അർത്ഥം നൽകുന്ന വാക്കുകളാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഡെസ്പൈറ്റ് മീൻസ് ഈവൻ ദോ. ഡെസ്പൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ്, റിഗാർഡ്ലെസ് എന്നൊക്കെയാണ്. എങ്ങനെയാ? ഈവൻ ദോ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ്, റിഗാർഡ്ലെസ്. ഈവൻ ദോ എന്നിട്ടും, എന്നാലും, നോട്ട് വിത്ത് സ്റ്റാൻഡിങ്, റിഗാർഡ്ലെസ്, അതായത് റിഗാർഡ്ലെസ് എന്ന് പറഞ്ഞാൽ അതിനെ കണക്കിലെടുക്കാതെ, എന്നിരുന്നിട്ടും, അല്ലെങ്കിൽ അതിനെ കണക്കിലെടുക്കാതെ, അത് കാര്യമാക്കാതെ. അപ്പോൾ ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ബിക്കോസ് ഓഫ്. ബിക്കോസ് ഓഫ് അല്ലെങ്കിൽ ഡ്യൂ ടു എന്ന് പറയുന്ന വാക്കിൻ്റെ ഒരു പ്രത്യേക കാരണത്താൽ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട്, അതിനെ കണക്കിലെടുക്കാതെ, എന്നിട്ടും എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത്. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് എ നൗൺ ഓർ ജെറണ്ട്. നാമമായും ജെറണ്ടും ആയിട്ടും വരുന്ന വാക്കുകൾക്കൊപ്പമാണ് ഈ പറയുന്ന ഇൻസ്പൈറ്റ് ഓഫ് ആൻഡ് ഡെസ്പൈറ്റ് ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതെന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഞാൻ തന്ന ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. ഷീ വാസ് ഇൽ. ഈ സെൻറ്റൻസ് നോക്കൂ. ഷീ വാസ് ഇൽ, അവൾ രോഗിയായിരുന്നു. അല്ല, അവൾ രോഗി
എന്താ പറയുക, രോഗബാധിതയായിരുന്നു. സ്റ്റിൽ, എന്നിട്ടും, ഇതൊരു കൺജങ്ഷനാണ് നമുക്കറിയാം അല്ലേ. സ്റ്റിൽ ഷീ കെയിം ടു ഓഫീസ്. അപ്പോൾ ഷി വാസ് ഇൽ, അവൾ രോഗിയായിരുന്നിട്ട് അവൾ എന്ത് ചെയ്തു? ഷീ കെയിം ടു ഓഫീസ്, എന്നിട്ടും അവൾ ഓഫീസിലേക്ക് വന്നു. ഈ ഒരു സെൻറ്റൻസിനെ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെയാണ് ഇതിനെ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത്? ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കൺജങ്ഷനാണ്. ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ് എന്നൊക്കെ പറയുന്നത് കൺജങ്ഷൻസ് ആണ്, ഇംഗ്ലീഷിലെ കൺജങ്ഷൻസ് ആണ്. അപ്പോൾ ഷീ വാസ് ഇൽ, അവൾ രോഗിയായിരുന്നു. സ്റ്റിൽ ഷീ കെയിം ടു ഓഫീസ്, എന്നിട്ടും അവൾ ഓഫീസിലേക്ക് വന്നു എന്ന് പറയുന്നതിനെ ഇൻസ്പൈറ്റ് ഓഫ് വെച്ചിട്ട് എങ്ങനെ യോജിപ്പിക്കാമെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഡെസ്പൈറ്റിലേക്ക് വരാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഇൻസ്പൈറ്റ് ഓഫ് ഹർ ഇൽനസ് ഷീ കെയിം ടു ഓഫീസ്. അവൾ രോഗിയായിരുന്നു, എന്നിട്ടും അവൾ ഓഫീസിലേക്ക് വന്നു. ഇതിന് രണ്ടിൻ്റെയും മീനിങ് സെയിം ആണ്. ആദ്യം നമ്മൾ പറഞ്ഞ സെൻറ്റൻസിനെ നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്തിട്ട് പറഞ്ഞു, അത്രമാത്രം. ഇൻസ്പൈറ്റ് ഓഫ് ഹർ ഇൽനസ്, അവളുടെ രോഗം കണക്കിലെടുക്കാതെ, അവൾ രോഗിയായിരുന്നിട്ടും അതിനെ കണക്കിലെടുക്കാതെ, റിഗാർഡ്ലെസ്, ഷീ കെയിം ടു ഓഫീസ്, അവൾ ഓഫീസിലേക്ക് വന്നു. ഇത്രയേ ഉള്ളൂ സംഗതി. ഇതാണ് ഇൻസ്പൈറ്റ് ഓഫിൻ്റെ ഉപയോഗം. ഈ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്ന വാക്ക് മാറ്റിയിട്ട് അവിടെ ഡെസ്പൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതേ അർത്ഥം തന്നെയാണ്. ഡെസ്പൈറ്റ് ഹർ ഇൽനസ് ഷീ കെയിം ടു ഓഫീസ് എന്നും പറയാം. ഒരേ അർത്ഥം, ഒരേ ഉപയോഗം. ഇവിടെ ശ്രദ്ധിക്കണം, ഇൻസ്പൈറ്റിൻ്റെ കൂടെ ഓഫ് ഉണ്ട്, ഡെസ്പൈറ്റിൻ്റെ കൂടെ ഓഫ് ഇല്ല. അപ്പോൾ ചിലപ്പോൾ ഇത്തരത്തിൽ ഇൻസ്പൈറ്റ് ഓഫ് വെച്ചുകൊണ്ടുള്ള സെൻറ്റൻസുകൾ മാറ്റാൻ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് വന്നാൽ അതെങ്ങനെ മാറ്റും? ഷി വാസ് ഇൽ, സ്റ്റിൽ ഷീ കെയിം ടു ഓഫീസ് എന്ന് പറയുന്ന സെൻറ്റൻസിനെ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്തുകൊണ്ട് എഴുതിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ കാണാൻ സാധിക്കുമോ? ഷീ വാസ് ഇൽ എന്ന് പറയുന്ന ഈ സെൻറ്റൻസിനെ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് എഴുതിയപ്പോൾ ആദ്യം ഇൻസ്പൈറ്റ് ഓഫ് നമ്മളിവിടെ ഇതിൻ്റെ ബിഗിനിങ്ങിൽ എഴുതി. ഇൻസ്പൈറ്റ് ഓഫ് നമ്മൾ പൊതുവെ ബിഗിനിങ്ങിലാണ് എഴുതാറുള്ളത്. രണ്ട്, ഷീ എന്തായി മാറിയിട്ടുണ്ട്? ഹെറായി മാറിയിട്ടുണ്ട്. ഇൽ എന്തായി മാറിയിട്ടുണ്ട്? ഇൽനെസ്സായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റില്ല് ഇവിടെ വന്നപ്പോൾ ഇല്ല, സ്റ്റിൽ കാണാനില്ല. ഷീ കെയിം ടു ഓഫീസ്, രണ്ടാമത്തെ ക്ലോസ് അതുപോലെ തന്നെ അങ്ങോട്ട് എടുത്തെഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് എഴുതുമ്പോൾ ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസുകൾക്ക് വരുന്ന മാറ്റം. രണ്ട് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ സ്റ്റിൽ എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന സെൻറ്റൻസിനെ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് എഴുതുമ്പോൾ മാറ്റുമ്പോൾ സംഭവിക്കുന്ന മാറ്റം ഈ പറഞ്ഞ മാറ്റങ്ങളാണ്. അതിന് നമുക്ക് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാലോ? നോക്കാം. ഒന്ന്, ഒരു സെൻറ്റൻസിനെ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് എഴുതുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ഷുഡ് ബി ഫസ്റ്റ്, ഷുഡ് ബി റിട്ടൺ ഇൻ ദ ബിഗിനിങ്. ഇത് ആദ്യത്തിൽ എഴുതണം. ഏത്? ഇൻസ്പൈറ്റ് ഓഫ് ആദ്യം എഴുതണം. അതാണ് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തെ റൂള്, പൊസസീവ് ഓഫ് ദ പ്രോനൗൺ. പ്രോനൗണിൻ്റെ പൊസസീവ് എഴുതണം. നിങ്ങൾ തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ ഷീ എന്ന് പറയുന്നത് ഹെറായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിനെയാണ് ഈ പൊസസീവ്. എന്താ ഈ പൊസസീവ്? നമുക്ക് വിശദമാക്കാം, ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ പൊസസീവ് എഴുതണം. പൊസസീവ് എന്താണെന്ന് നമുക്ക് വിശദമാക്കാം. മൂന്നാമത്തെ പോയിന്റ്, അഡ്ജക്റ്റീവ്സുകളെ നാമമാക്കി മാറ്റണം. ഷീ വാസ് ഇൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷീ വാസ് ഇൽ, അവൾ രോഗിയായിരുന്നു. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്ന, ഒരു നാമത്തിൻ്റെ അവസ്ഥയെ പറയണം, ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്ന സംഗതിയാണല്ലോ അഡ്ജക്റ്റീവ്. അവൾ രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവാണ് അല്ലേ? ഒരു നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ആണ് വരുന്നതെങ്കിൽ ആ ഇല്ലിനെ നമ്മൾ ഇൽനെസ് ആക്കി അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇൽനെസ് ആക്കി മാറ്റി. അതായത് ഇല്ലെന്ന് പറയുന്ന അഡ്ജക്റ്റീവ് നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണത്തിൽ ഇൽനെസ്, രോഗം. ഇൽ എന്ന് പറഞ്ഞാൽ രോഗി. ഇല്ലെന്ന് പറഞ്ഞാൽ രോഗി എന്നത് രോഗം എന്ന അല്ലേ, സോറി, ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗബാധിതയായ, രോഗം ബാധിച്ച എന്ന അർത്ഥത്തിലാണ്. രോഗബാധിതയായ, ഇൽ, രോഗബാധിതനായ. രോഗം എന്ന അർത്ഥത്തിൽ നമ്മൾ അതിന് ഇൽനെസ് എന്നാണ് പറയുക. ഇനി ചില സമയങ്ങളിൽ വെർബായിട്ടായിരിക്കും ഇത്തരം സെൻറ്റൻസുകളിൽ അഡ്ജക്റ്റീവ് കാണപ്പെടുക. അഡ്ജക്റ്റീവിന് പകരം വെർബായിരിക്കും വരിക.
അങ്ങനെ വെർബാണ് വന്നതെങ്കിൽ അതിൻ്റെ ING രൂപത്തിലേക്ക് അതിനെ മാറ്റണം. 3 റൂൾസ് പഠിച്ചു. 1 ഇൻസ്പൈറ്റ് ഓഫ് ആദ്യം എഴുതണം. 2 പൊസസീവ്സ് എഴുതണം, ഷീ ഹെർ ആയതുപോലെ. 3 ചേഞ്ച് അഡ്ജക്റ്റീവ് ഇൻറ്റു നൗൺ അല്ലെങ്കിൽ വെർബ് ഇൻറ്റു ഇറ്റ്സ് ING ഫോം. 4മതൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. തരുന്ന സെൻറ്റൻസിനകത്ത് ബട്ട്, യെറ്റ്, സ്റ്റില്, വെരി ഇതുപോലെയുള്ള കൺജങ്ഷൻസ് ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കി കളയണം, ഡിലീറ്റ് ചെയ്യണം, ഒമിറ്റ് ചെയ്യണം. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടിട്ടുണ്ടാവും സ്റ്റിൽ അല്ലേ? ഞാൻ മുമ്പ് തന്ന എക്സാമ്പിളിൽ സ്റ്റില്ലുണ്ടായിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് എഴുതിയപ്പോൾ ആ സ്റ്റിൽ അങ്ങോട്ട് പോയി. ഇനി ഇവിടെ നോക്കൂ, എന്താണ് ഈ പൊസസീവ്? രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പൊസസീവ് ഓഫ് ദ പ്രോനൗൺ. പൊസസീവ് ഓഫ് ദ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ വാക്കിൽ തന്നെയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമാണെന്ന് പറയാനാണല്ലോ പൊസസീവ് അല്ലേ? പൊസഷൻ മീൻസ് സ്വന്തം. ഐൻ്റെ പൊസസീവ് എന്താ? മൈ, മൈനാണ്. എൻ്റെ അല്ലെ? എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റേത്, മൈൻ, മൈൻ, എൻ്റേത്, അത് പൊസസീവാണ്. വി ഞങ്ങൾ, അവർ ഞങ്ങളുടേത്, യു നീ, യോർ എന്ന് പറയുമ്പോൾ പൊസസീവാണ്. യോർ പെൻ അല്ലേ? നിൻ്റെ പേന പേന നിൻ്റെ സ്വന്തമാണെങ്കിൽ യോർ പെൻ എന്ന് പറയണം. അപ്പോൾ അത് പൊസസീവാണ്. യോഴ്സ് നിൻ്റേത്, ഹീയുടേത്, ഹിസ് രണ്ടും ഹിസ് തന്നെയാണ്. അവൻ്റേത്, അവൻ്റേത് രണ്ടും ഹിസ് തന്നെയാണ്. ഷീ ഹെർ അവളുടേത്, ഹേഴ്സ്. ഇറ്റിൻ്റെത് ഇറ്റും ഇറ്റ്സുമാണ്. അതിൻ്റേത്. ദേ ദെയർ അവരുടെ, ദയേഴ്സ് അവരുടേത്. അപ്പോൾ ഈ പറയുന്നതാണ് പൊസസീവ്. ഇനി പൊസസീവ് മനസ്സിലായില്ല എന്ന് പറയരുത്, ഇതാണ് പൊസസീവ്സ്. നമുക്ക് പൊതുവേ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് എഴുതുമ്പോൾ ഇതിൻ്റെ ആദ്യം പറഞ്ഞ ഈ പൊസസീവ്സ് മതി നമുക്ക് ശരിക്കും. ഞാനത് ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് എഴുതുമ്പോൾ എന്തായി മാറും? മൈ ആകും, വി അവറാകും, യു യുവറാകും, ഹി ഹിസ് ആകും, ഷീ ഹെർ ആകും, ഇറ്റ് തന്നെയായിരിക്കും, ദെയറാകും. ഈ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്ന യൂസേജ് അല്ലെങ്കിൽ കൺജങ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഒരു സെൻറ്റൻസിന് വരുന്ന മാറ്റങ്ങളെയാണ് നമ്മളിവിടെ വളരെ വിശദമായി ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസിലേക്ക് പോകാം. ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന സെൻറ്റൻസിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഹി ഈസ് പോപ്പുലർ യെറ്റ് ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ. ഹി ഈസ് പോപ്പുലർ, അദ്ദേഹം വളരെ പ്രശസ്തനാണ്. യെറ്റ് ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ. എനിക്ക് തോന്നുന്നു ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, കേരള PSCയുടെ. ഇത് അവസാനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഹി ഈസ് പോപ്പുലർ, അദ്ദേഹം വളരെ പ്രശസ്തനാണ്, ജനകീയനാണ്. യെറ്റ് എന്നിട്ടും എന്ത് സംഭവിച്ചു? ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ. അപ്പോൾ ഇത് നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് ചേർത്തിട്ട് എങ്ങനെ എഴുതാൻ സാധിക്കും? അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി റിഗാർഡ്ലെസ്, കണക്കിലെടുക്കാതെ, അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ആരും കണക്കിലെടുത്തില്ല, അദ്ദേഹം തോറ്റുപോയി. അപ്പോൾ ആ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അദ്ദേഹം പോപ്പുലറായിരുന്നു ഇരുന്നിട്ട് പോലും അദ്ദേഹം തോറ്റുപോയി എന്ന അർത്ഥത്തിൽ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് നമുക്ക് ഈ സെൻറ്റൻസിനെ എഴുതേണ്ടതുണ്ട്. നോക്കാം. ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ആദ്യം ഇൻസ്പൈറ്റ് ഓഫ് എഴുതേണ്ടതുണ്ട് അല്ലേ? ഇൻസ്പൈറ്റ് ഓഫ് ഫസ്റ്റ് എഴുതേണ്ടതുണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് എഴുതുമ്പോൾ സംഭവിക്കുക. ഹി ഈസ് പോപ്പുലർ യെറ്റ് ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോപ്പുലാരിറ്റി. നമുക്കറിയാം ഇൻസ്പൈറ്റ് ഓഫ് ചേർക്കുമ്പോൾ ഒന്നാമത്തെ റൂള് ഇൻസ്പൈറ്റ് ഓഫ് ഫസ്റ്റ് വരണം അല്ലേ? ഫസ്റ്റ് എഴുതണം. ഏത്? ഇൻസ്പൈറ്റ് ഓഫ്. രണ്ടാമത്തെ റൂൾ എന്താ? പൊസസീവ് എഴുതണം. ഹി എന്ന് പറയുന്ന വാക്കിൻ്റെ സബ്ജക്റ്റിൻ്റെ പൊസസീവ് എഴുതണം. ഹി എന്ന് പറയുന്ന വാക്കിൻ്റെ പൊസസീവ് ഹിസ്സാണ്. ഹിസ് എഴുതിയിരിക്കുന്നു അല്ലേ? പൊസസീവ് എഴുതിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? അഡ്ജക്റ്റീവ് ആണ് എങ്കിൽ അതിൻ്റെ നാമം എഴുതണം. വെർബാണെങ്കിൽ അതിൻ്റെ ING രൂപം എഴുതണം. പോപ്പുലർ എന്ന് പറയുന്നത് ഹി എന്ന് പറയുന്ന നാമത്തെ വിശേഷിപ്പിക്കുന്ന നാമവിശേഷണമാണ്. നാമവിശേഷണത്തിനാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാറുള്ളത്. ഈ അഡ്ജക്റ്റീവിൻ്റെ പോപ്പുലർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിൻ്റെ അല്ലെ, പോപ്പുലർ എന്ന് പറഞ്ഞാൽ ജനകീയനായ, അതിൻ്റെ നാമം എന്താണ്? ജനകീയത, പ്രശസ്തി, ജനകീയത, പോപ്പുലാരിറ്റിയാണ് അതിൻ്റെ നാമം. അപ്പോൾ അതിനെ നമ്മൾ അതിൻ്റെ നാമരൂപത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തത്
അഡ്ജക്റ്റീവിനെ നൗൺ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതും ചെയ്തു. നാലാമത്തെ കാര്യം എന്താണ്? ചില വാക്കുകൾ പറഞ്ഞിരുന്നു അല്ലേ, യെറ്റ്, സ്റ്റില്ല് പോലെയുള്ള വാക്കുകൾ. ഇത്തരം വാക്കുകളെ ഒമിറ്റ് ചെയ്യണം. അതിവിടെ ഒമിറ്റ് ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ളത് അതുപോലെ എഴുതുക. ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ. അപ്പോൾ ഇതാണ് ഹി ഈസ് പോപ്പുലർ ബട്ട് ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ എന്ന് പറയുന്ന സെൻറ്റൻസിനെ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് എഴുതുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡ്ന്റ് വിൻ ദ ഇലക്ഷൻ. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വി ആർ പുവർ, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. യെറ്റ് വി ആർ ഹാപ്പി, എന്നിട്ടും ഞങ്ങൾ സന്തുഷ്ടരാണ്. വി ആർ പുവർ, ഞങ്ങൾ ദരിദ്രരാണ്. യെറ്റ് വി ആർ ഹാപ്പി, എന്നിട്ടും ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇങ്ങനെ നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് എഴുതാൻ സാധിക്കും. ഞങ്ങൾ ദരിദ്രരായിരുന്നിട്ട് കൂടി ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന് നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് പറയേണ്ടതുണ്ട്. എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? നേരത്തെ റൂൾ അനുസരിച്ച് ഇൻസ്പൈറ്റ് ഓഫ് ആദ്യം എഴുതണം. ഓക്കെ. 2, വി എന്ന് പറയുന്ന വാക്കിൻ്റെ ആദ്യം ഇൻസ്പൈറ്റ് ഓഫ് എഴുതണം. ഒന്നാമത്തെ കാര്യം. 2, വിയുടെ പൊസസീവായിട്ടുള്ള വി, അവർ അല്ലേ, അവർ എന്നാക്കണം. വിയുടെ പൊസസീവ് അവർ അല്ലേ? ആണ്. പുവർ എന്ന് പറയുന്ന വാക്ക് ദരിദ്രനായ, ദരിദ്രൻ, പാവപ്പെട്ടവൻ. അപ്പോൾ അതിൻ്റെ നാമം എന്താ? ദാരിദ്ര്യം അല്ലേ? ദരിദ്രൻ, ദാരിദ്ര്യം. പുവർ, പുവേർട്ടി അല്ലേ? പൊവേർട്ടി, ദാരിദ്ര്യം. അതല്ലേ എൻ്റെ നാമം. യെറ്റിനെ നമുക്ക് അങ്ങ് തട്ടിക്കളയാം. എന്നിട്ട് നമുക്ക് ആൻസർ എഴുതിയാൽ എന്ത് വരും? എങ്ങനെയുണ്ടാവും നോക്കാം. ഇൻസ്പൈറ്റ് ഓഫ് ആർ പോവേർട്ടി വി ആർ ഹാപ്പി. ദാരിദ്ര്യം, ഞങ്ങൾ ദരിദ്രരാണെങ്കിൽ കൂടി ദാരിദ്ര്യത്തെ കണക്കിലെടുക്കാതെ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഇൻസ്പൈറ്റ് ഓഫ് ആർ പോവേർട്ടി വി ആർ ഹാപ്പി. ഇതാണ് ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണം. ഒരു സെൻറ്റൻസ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ദേ പ്ലേഡ് വെൽ, അവർ നന്നായി കളിച്ചു. ബട്ട് ദേ കുഡിൻറ്റ് വോൺ ദ ഇലക്ഷൻ. ബട്ട് ദേ കുഡിൻറ്റ് വോൺ ദ ഇലക്ഷൻ. അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. ദേ പ്ലേഡ് വെൽ, അവർ നന്നായി കളിച്ചു. ബട്ട് ദേ കുഡിൻറ്റ് വിൻ ദ മാച്ച്. അവർക്ക് മാച്ച് വിജയിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് ഇതിനെ നമുക്ക് എഴുതാൻ സാധിക്കുക? എങ്ങനെ പറയാൻ സാധിക്കും ഇൻസ്പൈറ്റ് ഓഫ് ചേർത്തിട്ട്? ദേ പ്ലേഡ് വെൽ, അവർ നന്നായിട്ട് കളിച്ചു. പക്ഷേ ദേ കുഡിൻറ്റ് വിൻ ദ ഇലക്ഷൻ, അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ പ്ലേഡ് ആണ് വെർബ്. ആദ്യം നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് എഴുതണം, ശരിയാണ്. രണ്ടാമത്തെ പോയിന്റ് ദേ, അതിൻ്റെ പൊസസീവ് ദെയർ എഴുതണം. 3 പ്ലേഡ് എന്ന് പറയുമ്പോൾ ഒരു വെർബല്ലേ? വെർബിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ing കൂട്ടണം അല്ലേ? ing കൂട്ടണം. അത് നമ്മൾ പഠിച്ചാണ്. ബട്ടിനെ അങ്ങോട്ട് തട്ടണം. ബട്ടിനെ അങ്ങ് തട്ടണം. നോക്കാം നമുക്ക് എന്താ സംഭവിക്കുക. ഇൻസ്പൈറ്റ് ഓഫ് ദെയർ പ്ലേയിങ് വെൽ, നോക്കൂ, ഇൻസ്പൈറ്റ് ഓഫ് ദെയർ പ്ലേയിങ് വെൽ ദേ കുഡിൻറ്റ് വിൻ ദ മാച്ച്. ദേ കുഡിൻറ്റ് വിൻ ദ മാച്ച്. അപ്പോൾ ദേ പ്ലേഡ് വെൽ ബട്ട് ദേ കുഡിൻറ്റ് വിൻ ദ മാച്ച്. ഇൻസ്പൈറ്റ് ഓഫ് ദെയർ പ്ലേയിങ് വെൽ ദേ കുഡിൻറ്റ് വിൻ ദ മാച്ച്. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ ഉപയോഗം. എങ്ങനെയാണ് ഈ സെൻറ്റൻസ്, ഈ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ കേരള PSC മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത് നമുക്ക് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഡാഷ് ഹീസ് ഇൽനസ് ശ്രീറാം ഡിസൈഡഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്രിക്കറ്റ് മാച്ച്. ഇതിൻ്റെ ഓപ്ഷനായിട്ട് തന്നിരുന്നത് ഓപ്ഷൻ എ ഇൻ ഓർഡർ ടു, ഓപ്ഷൻ ബി ഇൻ സ്പൈറ്റ് ഓഫ്, ഓപ്ഷൻ സി ഓൺ അക്കൗണ്ട് ഓഫ്, ഓപ്ഷൻ ഡി വിത്ത് എ വ്യൂ ടു. വിത്ത് എ വ്യൂ ടു ഏതാണ് ശരി ഉത്തരം പറയാൻ സാധിക്കുമോ? ഇൻ ഓർഡർ ടു, ഇൻ സ്പൈറ്റ് ഓഫ്, ഓൺ അക്കൗണ്ട് ഓഫ്, വിത്ത് എ വ്യൂ ടു. നമുക്കറിയാം അല്ലേ, ഇവിടെ ഒരു പൊസസീവ് ഹിസ് അല്ലേ, ഒരു പൊസസീവ് നൗൺ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ മറ്റൊരു നാമം ഇരിക്കുന്ന ഹിസ് ഇൽനെസ്, അദ്ദേഹത്തിൻ്റെ അസുഖം അല്ലേ. ശ്രീറാം ഡിസൈഡഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്രിക്കറ്റ് മാച്ച്. ക്രിക്കറ്റ് മാച്ചിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ഈ വാക്കുകളെല്ലാം വെച്ച് നിങ്ങളൊന്ന് കൂട്ടി വായിച്ചോളൂ. തീർച്ചയായിട്ടും ഇതിൻ്റെ ശരിയുത്തരം ഇൻസ്പൈറ്റ് ഓഫ് ആണ്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഇൽനെസ്, രോഗത്തെ മറികടന്നുകൊണ്ട്, രോഗം പരിഗണിക്കാതെ, രോഗത്തെ കണക്കിലെടുക്കാതെ, രോഗമായിരുന്നിട്ട് പോലും ശ്രീറാം എന്തു ചെയ്തു? മാച്ചിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു.
ഡാഷ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഡിഡ്ന്റ് വിൻ ദ എലക്ഷൻ. ഇത് ഞാൻ പറയേണ്ടി വരില്ല, ഞാൻ നേരത്തെ പറഞ്ഞ LDC പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഓപ്ഷൻ എ ദോ, ഓപ്ഷൻ ബി ഓൾ ദോ, ഓപ്ഷൻ സി ഇൻ സ്പൈറ്റ് ഓഫ്, ഓപ്ഷൻ ഡി ഡെസ്പൈറ്റ്. ഇത് വളരെ പോപ്പുലറായ ഒരു ചോദ്യമാണ്. ഇത് വീണ്ടും PSC ചോദിച്ചിട്ടുണ്ട്. 2 തവണ പരീക്ഷകളിൽ ഈ ക്വസ്റ്റ്യൻ ഇതേ സെൻറ്റൻസ് വന്നിട്ടുണ്ട്, ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇൻ സ്പൈറ്റ് ഓഫ് ആണ് അല്ലേ. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് പോപ്പുലാരിറ്റി, അദ്ദേഹത്തിൻ്റെ പ്രശസ്തി കണക്കിലെടുക്കാതെ, ഹി ഡിഡ്ന്റ് വിൻ ദി ഇലക്ഷൻ, അദ്ദേഹം പരീക്ഷയിൽ ജയിച്ചില്ല, ഇലക്ഷനിൽ ജയിച്ചില്ല. അപ്പോൾ അദ്ദേഹം പ്രശസ്തനായിരുന്നിട്ടും അദ്ദേഹം ഇലക്ഷനിൽ വിജയിച്ചില്ല. ഡാഷ് ദെയർ ക്വാറൽ ദേ റിമൈൻ ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്. അതായത് അവർ തമ്മിൽ പരസ്പരം വഴക്കൊക്കെ ഉണ്ട്, എന്നിട്ടും അത് കണക്കിലെടുക്കാതെ അല്ലെങ്കിൽ എന്നിട്ടും ദേ റിമൈൻ ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്, അവരേറ്റവും നല്ല സുഹൃത്തുക്കളായി മുന്നോട്ട് പോകുന്നു. അവരെപ്പോഴും വഴക്കൊക്കെയാണ്, എന്നിരുന്നാലും അത് കണക്കിലെടുക്കാതെ, അത് പരിഗണിക്കാതെ അവർ സുഹൃത്തുക്കളാണ്, റിഗാർഡ്ലെസ്. ഇവിടെ ഏതാണ് ശരി ഉത്തരം? തീർച്ചയായിട്ടും നമുക്കറിയാം ഓപ്ഷൻ ഇ ആണ്. ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ ക്വാറൽ അല്ലേ. ഇതൊരു പൊസസീവ് നൗണാണ്. ദെയർ ക്വാറൽ, വഴക്കെന്ന് പറയുന്നൊരു നൗണാണ്. അത് രണ്ടും കാണുമ്പോഴേ നമുക്കറിയാം മുമ്പിൽ ഇൻ സ്പൈറ്റ് ഓഫ് ആയിരിക്കും. ശരിയാണ്. 4ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നു. ഡാഷ് മൈ സൺസ് ഡിസഗ്രിമെൻറ്റ് ഐ സെൻഡ് ഹിം ടു ദ സ്കൂൾ. മകൻ സമ്മതിച്ചില്ല, മകൻ്റെ ഡിസഗ്രിമെൻറ്റ്, മകൻ്റെ വിസമ്മതത്തെ കണക്കിലെടുക്കാതെ. ഇപ്പോൾ മൈ സൺസ്, എൻ്റെ മകൻ്റെ, അതും ഒരു പൊസസീവ് നാമം തന്നെയാണ്. മൈ സൺസ്, എൻ്റെ മകൻ്റെ, ഡിസഗ്രിമെൻറ്റ്, വിസമ്മതം, ഇതൊരു നാമവുമാണ്. അപ്പോൾ ഈ പറയുന്ന രണ്ടിനും കൂടെ ഇൻസ്പൈറ്റ് ഓഫ് ആണ് വരിക എന്നുള്ളത് നമുക്കറിയാം. ഐ സെൻഡ് ഹിം ടു ദ സ്കൂൾ, മകൻ്റെ വിസമ്മതത്തെ കണക്കിലെടുക്കാതെ ഞാൻ എൻ്റെ മകനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. ഇൻ സ്പൈറ്റ് ഓഫ്, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 5ാമത്തെ ചോദ്യം. ഡാഷ് ഹിസ് ഏജ് ഹി സ്റ്റിൽ ലീഡ്സ് ആൻ ആക്റ്റീവ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കിലെടുക്കാതെ അദ്ദേഹം ഇപ്പോഴും വളരെ ആക്റ്റീവായ ഒരു ജീവിതം നയിക്കുന്നു. നമുക്കറിയാം ഓപ്ഷൻസ് ഡി ആണ്, ക്ഷമിക്കണം, A B C, ഇത് C ആണ്, ഇത് D ആണ്. ഓക്കെ, ഓപ്ഷൻ C ആണ് ഇവിടെ ശരി ഉത്തരം. ഓപ്ഷൻ C ആണ് ഇവിടെ ശരി ഉത്തരം. ഇതാണ് ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത്. ഞാൻ ആമുഖമായി പറഞ്ഞിരുന്നു, കേരള PSCക്ക് പഠിക്കുന്ന ആളുകൾ 15 യൂസേജസ് ആണ് പഠിക്കേണ്ടത്, സിലബസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അതിലേറ്റവും അവസാനത്താണ് ഇൻ കേസ്. ഇത് ഒരു കൺജങ്ഷൻ കൂടിയാണ്. യൂസേജ് എന്ന് പറയുമെങ്കിൽ കൂടിയും ഇതൊരു കൺജങ്ഷനാണ്. ഇതേ വീഡിയോ സീരീസിൽ കൺജങ്ഷൻ്റെ ഒരു അധ്യായം വരാനുണ്ട്. എല്ലാ കൺജങ്ഷൻസിനെയും നമ്മൾ വളരെ വൃത്തിയായിട്ട് പഠിക്കും. അക്കൂട്ടത്തിൽ നമ്മളിത് ഈ ഇൻ കേസും നേരത്തെ ഇതിനു മുമ്പ് പഠിച്ച ഇൻസ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താണ് ഇൻ കേസ് നമുക്ക് നോക്കാം. ഇൻ ഓർഡർ ടു ബി പ്രിപ്പയർഡ് ഫോർ സംതിങ് ദാറ്റ് മേ ഹാപ്പൻ. എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നതിൻ്റെ മുമ്പായി നമ്മൾ ചെയ്യുന്ന കാര്യം, ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ഇൻ കേസ് ഉപയോഗിക്കുക. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് അഥവാ അല്ലേ, അഥവാ അങ്ങനെ സംഭവിച്ചാലോ എന്ന് കരുതി, ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇൻ കേസിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അഥവാ എന്ന് പറയാൻ സാധിക്കും. അഥവാ അങ്ങനെ സംഭവിച്ചാലോ എന്ന് കരുതി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഇൻ കേസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചാണ് പറയാറുള്ളത്. 2 സെൻറ്റൻസുകൾ ഞാനിവിടെ തന്നിരിക്കുന്നു, നോക്കൂ. ഐ ടേക്ക് ആൻ അംബ്രല്ല, ഇത് ആൻ ആണ്, റിയലി സോറി. ഐ ടേക്ക് ആൻ അംബ്രല്ല ഇറ്റ് വിൽ റെയിൻ, മഴ പെയ്താലോ. ഞാനൊരു കുടയെടുക്കുന്നു, അഥവാ മഴ പെയ്താലോ. ഐ ടേക്ക് ആൻ അംബ്രല്ല, ഞാനൊരു കുടയെടുക്കുന്നു, ഇറ്റ് വിൽ റെയിൻ, ചിലപ്പോൾ മഴ പെയ്തേക്കാം, അഥവാ മഴ പെയ്താലോ എന്ന അർത്ഥത്തിൽ ഇതിനെ രണ്ടിനെയും ഒന്ന് ജോയിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഐ ടേക്ക് ആൻ അംബ്രല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ കുടയെടുക്കുന്നു, ഇറ്റ് മേ റെയിൻ, മഴ പെയ്തേക്കാം. അപ്പോൾ അങ്ങനെ മഴ പെയ്തേക്കാം എന്നുള്ള സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ കുടയെടുക്കുക. അപ്പോൾ നമ്മൾ പറയും ഞാൻ കുടയെടുക്കുന്നു അഥവാ മഴ പെയ്താലോ എന്ന അർത്ഥത്തിൽ നമുക്കിതിനെ മാറ്റണം. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക. ഇതാ, ഐ ടേക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻസ്, ഞാൻ കുടയെടുക്കുന്നു അഥവാ മഴ പെയ്താലോ. ഇത്രയേ ഉള്ളൂ സംഗതി. ഇങ്ങനെയാണ് ഇൻ കേസ് ചേർത്തുകൊണ്ട് സെൻറ്റൻസുകൾ പറയുക. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ 2 സെൻറ്റൻസുകളെ ഇൻ കേസ് എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ചേർത്തുകൊണ്ട് യോജിപ്പിച്ചപ്പോൾ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? മുകളിൽ തന്നിരിക്കുന്ന സെൻറ്റൻസും രണ്ടാമത് തന്നിരിക്കുന്ന സെൻറ്റൻസും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് നോക്കാം. ഐ ടേക്ക് എൻ അംബ്രല്ല, ഐ ടേക്ക് എൻ അംബ്രല്ല, മാറ്റമൊന്നും ഇല്ല. പക്ഷേ ഇവിടെ ഇല്ലാത്ത ഒരു വാക്ക് ഇൻ കേസ്
നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുക്കിൽ വെച്ചിരിക്കുകയാണ്. അതായത് ഇൻ കേസ് ഈസ് എ കൺജങ്ഷൻ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ കേസ് രണ്ടിനെയും ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ഇൻ കേസ് വെച്ചിട്ട് ഈ രണ്ട് ക്ലോസുകളെയും അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസുകളെയും യോജിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇറ്റ് മേ റെയിൻ എന്നുള്ളത് ഇറ്റ് റെയിൻസ് എന്നായിട്ടുണ്ട്. മേ നഷ്ടപ്പെട്ടു പോയി, റെയിൻസ് ആയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മുമ്പിൽ ആദ്യം പറഞ്ഞ സെൻറ്റൻസും രണ്ടാമത്തെ സെൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളെനിക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. 1, 2, 3 ഈ 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് വെച്ചുകൊണ്ട് രണ്ട് സെൻറ്റൻസുകളെ യോജിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് 3 കാര്യങ്ങളാണ് പറയേണ്ടത്. 3 റൂൾസാണ് ഇവിടെ ഉള്ളത്. ആ 3 റൂൾസാണ് നമ്മൾ ഈ തൊട്ട് മുമ്പത്തെ സെൻറ്റൻസിൽ അപ്ലൈ ചെയ്തത്. ആ റൂൾസ് ഏതൊക്കെയാണ് ഓരോന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ റൂള്, ഇൻ കേസ് വെച്ച് എന്തെങ്കിലുമൊക്കെ രണ്ട് സെൻറ്റൻസുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസുകളെ യോജിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ആദ്യം ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഫോർമാറ്റാണ്. ഫസ്റ്റ് ആക്ഷൻ്റെയും സെക്കൻഡ് ആക്ഷൻ്റെയും നടുവിൽ ഇൻ കേസ് വരണം. ഫസ്റ്റ് ആക്ഷൻ്റെയും സെക്കൻഡ് ആക്ഷൻ്റെയും നടുവിലാണ് ഇൻ കേസ് വരേണ്ടത് എന്നത് റൂൾ നമ്പർ 1. ഇനി റൂൾ നമ്പർ 2ലേക്ക് പോകാം. ഇൻ കേസ് വെച്ച് സെൻറ്റൻസുകളെ യോജിപ്പിക്കുമ്പോൾ ആദ്യത്തെ ആക്ഷൻ സിമ്പിൾ പ്രസൻ്റ് ആണ് എങ്കിൽ രണ്ടാമത് വരുന്ന ആക്ഷനും സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കണം. ഓക്കെ. എന്നാൽ ആദ്യത്തെ ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. ഒന്നുകൂടെ വ്യക്തമാക്കി തരാം, അങ്ങോട്ട് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റൻസിലേക്ക് ഐ ടേക്ക് ആൻ അംബ്രല്ല എന്നാണ് പറഞ്ഞത് അല്ലേ? ഐ ടേക്ക് ആൻ അംബ്രല്ല അല്ലേ? ഐ ടേക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻസ് എന്നാണ് പറഞ്ഞത്. ഇൻ കേസ് ഇറ്റ് റെയിൻസ്. ഇവിടെ റെയിൻസ് എന്നാണ് മുമ്പ് പറഞ്ഞത്. കാരണം ഇവിടെ ടേക്ക് എന്ന് പറയുന്നത് പ്രസൻറ്റാണ്. ഇവിടെ പ്രസൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ റെയിൻസ് വന്നത്. എന്നാൽ ഇങ്ങോട്ട് നോക്കിയേ, ഐ ടുക്ക് എൻ അംബ്രല്ല, ഞാൻ കുട എടുത്തു. അഥവാ മഴ പെയ്താലോ, അത് മഴ പെയ്തേക്കാം എന്നർത്ഥത്തിൽ പറയാം. അപ്പോൾ ഐ ടുക്ക് എൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻഡ്. ഇവിടെ റെയിൻഡ് ആയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ടാണ് ഇവിടെയും പാസ്റ്റ് ആയത്. ഇവിടെ ഞാൻ എക്സാമ്പിൾ തന്നു. ഇവിടെ പ്രസൻറ്റ് ടേക്ക് എന്ന് പറയുന്ന പ്രസൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ റെയിൻസ് പ്രസൻ്റ് ആയത്. അപ്പോൾ ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വരുന്നത് എങ്കിൽ ഇൻ കേസ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കണം. സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഇൻ കേസ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. സിമ്പിൾ ഫ്യൂച്ചറാണ് വരുന്നതെങ്കിൽ ഇൻ കേസ് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം സിമ്പിൾ ഫ്യൂച്ചർ അല്ല, മറിച്ച് സിമ്പിൾ പ്രസൻറ്റ് തന്നെയായിരിക്കും. അതാണ് ഓർക്കേണ്ട പോയിന്റ്. സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ അപ്പുറത്ത് സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അപ്പുറത്ത് സിമ്പിൾ പ്രസൻറ്റ് ആണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. എക്സാമ്പിൾസ് ഞാൻ തരാം. മൂന്നാമത്തെ പോയിന്റ്, ഒമിറ്റ് മേ ആൻഡ് സോ. മേയോ സോ ഇതുപോലെ കണ്ടോ, മേയോ സോയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട് തട്ടിക്കളയണം അല്ലേ? അതിനെ അങ്ങോട്ട് തട്ടിക്കളയണം, ഒഴിവാക്കണം. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഐ ടേക്ക് ആൻ അംബ്രല്ല, വീണ്ടും മിസ്റ്റേക്ക് ആണല്ലോ, റിയലി സോറി. ഐ ടേക്ക് ആൻ അംബ്രല്ല ഇറ്റ് മേ റെയിൻ, ഞാൻ കുടയെടുക്കുന്നു അഥവാ മഴ പെയ്താലോ എന്ന രീതിയിലേക്ക് പറയുമ്പോൾ ഐ ടേക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻസ്. നോക്കൂ, ഇറ്റ് റെയിൻസ് പ്രസൻ്റ് ആണ്. കാരണം ടേക്ക് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ് അല്ലേ? സിമ്പിൾ പ്രസൻ്റ് ആണ്. വെറും പ്രസൻ്റ് ആണോ? അല്ല, സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇവിടെയും സിമ്പിൾ പ്രസൻ്റ് ആണ്. രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. ഐ ടുക്ക് ആൻ അംബ്രല്ല, ഞാനൊരു കുട എടുത്തു. ഇറ്റ് വിൽ റെയിൻ, അഥവാ മഴ പെയ്താലോ. ഐ ടുക്ക് ആൻ അംബ്രല്ല ഇൻ കേസ് ഇറ്റ് റെയിൻഡ്. ഇവിടെ ടുക്ക്, ഇവിടെ സിമ്പിൾ പാസ്റ്റാണ് അല്ലേ? ഇവിടെയും സിമ്പിൾ പാസ്റ്റാണ്. ഇനി അടുത്തത് ഐ വിൽ ടേക്ക്, ടേക്കാണ് കേട്ടോ, ഐ വിൽ ടേക്കാണ്. ഐ വിൽ ടേക്ക് ആൻ അംബ്രല്ല, ഐ വിൽ ടേക്ക് ആൻ അംബ്രല്ല, ഇത് ടേക്കാണ്.
ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഐ വിൽ ടേക്ക് എൻ അംബ്രല്ല ഇറ്റ് മേ റെയിൻ, അഥവാ മഴ പെയ്താലോ. ആൻസർ നോക്കൂ, ഐ വിൽ ടേക്ക് എൻ അംബ്രല്ല, അവിടെ മാറ്റമൊന്നുമില്ല, അതങ്ങനെ അല്ലേ. ഇവിടെ ഫ്യൂച്ചറാണ്. ഇറ്റ് റെയിൻസ് ഇവിടെ സിമ്പിൾ പ്രസൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ ഫ്യൂച്ചറാണ്. ഇവിടെയോ, ഇവിടെ സിമ്പിൾ പ്രസൻ്റ് ആണ്. ഓക്കെ, ഈ കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഞാൻ 3 ടെൻസിലാക്കി തന്നിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ഉപയോഗം, ഇതാണ് ഇൻ കേസിൻ്റെ യൂസേജ്. മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. ഷീ വിൽ റൈറ്റ് ഡൗൺ മൈ ഫോൺ നമ്പർ, അവൾ എൻ്റെ ഫോൺ നമ്പർ എഴുതും. ഷീ മേ ഫോർഗെറ്റ് ഇറ്റ് ലേറ്റർ, പിന്നീട് അവൾ മറന്നുപോയാലോ. അപ്പോൾ ഇതിനെ അവൾ എൻ്റെ ഫോൺ നമ്പർ എഴുതും, അഥവാ അവളത് മറന്നുപോയാലോ എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ ഷീ വിൽ റൈറ്റ് ഡൗൺ മൈ ഫോൺ നമ്പർ ഇൻ കേസ് ഷീ ഫോർഗെറ്റ്സ് ഇറ്റ് ലേറ്റർ. ഇവിടെ നമുക്ക് ഫോർഗെറ്റ്സ്, കാരണം എന്താ, ഇവിടെ വില്ല് വെച്ചിട്ടാണ് ഫ്യൂച്ചറാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ കേസിനെ നമ്മൾ നടുക്കിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ ഇവിടെ നമുക്ക് ഒമിറ്റ് ചെയ്യാനൊന്നും തന്നിട്ടില്ല, ചോദ്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ഒമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഗോ ബൈ ടാക്സി യു മേ ബി ലേറ്റ്. ടാക്സിക്ക് പോവൂ, അഥവാ വൈകിയാലോ, നീ ചിലപ്പോൾ വൈകാം. അപ്പോൾ ടാക്സിക്ക് പോയിക്കോളൂ, അഥവാ നീ വൈകിയാലോ എന്നെങ്ങനെ പറയാം. ഗോ ബൈ ടാക്സി ഇൻ കേസ് യു ആർ ലേറ്റ്. ഗോ ബൈ ടാക്സി, ഗോ പ്രസൻറ്റാ അല്ലേ. ഗോ പ്രസൻ്റ് ആണെങ്കിൽ ഇവിടെയും പ്രസൻ്റ് അല്ലേ വേണ്ടത്, ഇവിടെയും പ്രസൻ്റ് ആണ്. യു ആർ ലേറ്റ്, യു ആർ ലേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസൻ്റ് ആണ് കേട്ടോ. ഈ ആറ് കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് കണ്ടിന്യൂസ് ടെൻസ് ആണോ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അല്ല, ഇപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ആണ്. ഗോ സിമ്പിൾ പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോ ബൈ ടാക്സി ഇൻ കേസ് യു ആർ ലേറ്റ്. ഇവിടെ ഏതെങ്കിലും ഒരു ING രൂപമുള്ള ഒരു വെർബ് വന്നു കഴിഞ്ഞാലാണ് അത് കണ്ടിന്യൂസ് ടെൻസ് ആവുന്നത്. അല്ലാത്ത പക്ഷം ഹീ ഈസ് എ ഡോക്ടർ, ഹീ ഈസ് എ ഡോക്ടർ, അത് സിമ്പിൾ പ്രസൻറ്റാ. അടച്ചുട്. ഷീ ഈസ് എ ഗേൾ, ഷീ ഈസ് എ ഗേൾ, സിമ്പിൾ പ്രസൻറ്റാ. അതറിയാത്ത ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഗോ ബൈ ടാക്സി ഇൻ കേസ് യു ആർ ലേറ്റ്. ഇതാണ് ഇൻ കേസിൻ്റെ ഉപയോഗം. ഇൻ കേസ് എന്ന് പറയുന്ന വാക്ക് എങ്ങനെയൊക്കെയാണ് പരീക്ഷയിൽ മുമ്പ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. കീപ് ദീസ് പേപ്പേഴ്സ് ടുഗദർ ഡാഷ് ദി ആർ ലോസ്റ്റ്. ഈ ഫയൽസ് എല്ലാം കീപ് ദീസ് പേപ്പേഴ്സ് ടുഗദർ, ഇതൊക്കെ ഒരുമിച്ച് വെക്കാൻ, ചിലപ്പോൾ നഷ്ടപ്പെട്ട അഥവാ നഷ്ടപ്പെട്ടാലോ, അഥവാ എന്നർത്ഥത്തിൽ ഇൻ കേസ് ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ലെറ്റ് മീ നോ, എന്നെ അറിയിക്കുക, ഡാഷ് ഹി കംസ്, അഥവാ അവൻ വന്നാൽ, അഥവാ അവൻ വരികയാണെങ്കിൽ എന്നെ അറിയിക്കൂ. ലെറ്റ് മീ നോ പ്രസൻ്റ് ആണ് അല്ലേ. ഹി കംസ് ഇവിടെയും പ്രസൻറ്റാണ്. ഇവിടെ എന്ത് വേണം, ഇൻ കേസ്. ഓപ്ഷൻ എ ആണ് ശരി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഐ ആം വറീഡ് അബൌട്ട് വാഷിംഗ് ദാറ്റ് ഷർട്ട്. ആ ഷർട്ട് അലക്കാൻ എനിക്ക് ഭയമാണ്, അഥവാ ഒരുപക്ഷേ ചിലപ്പോൾ അത് ചുരുങ്ങിപ്പോയാലോ, ഷ്രിങ്കായി പോയാലോ. നമുക്കറിയാം ഇവിടെ ഇൻ കേസാണ്. ഓക്കെ, ഐ ആം വറീഡ്, ഐ ആം വറീഡ് ഇറ്റ്സ് എ പ്രസൻറ്റ്, ഹിയർ ഓൾസോ പ്രസൻറ്റ്. ഇൻ കേസ് ഇറ്റ് ഷ്രിങ്സ്, അഥവാ അത് ചുരുങ്ങിപ്പോയാലോ. വി ഫെൻസ്ഡ് ഓഫ് ദ പൂൾ, ഞങ്ങൾ പൂളിൻ്റെ ചുറ്റും വേലി കെട്ടി, കുളത്തിന് ചുറ്റും. ഡാഷ് ദ ചിൽഡ്രൻ ഷുഡ് ഫോൾ ഇൻ, അഥവാ കുട്ടികൾ അതിനകത്ത് വീണു പോയാലോ. അഥവാ ഇവിടെ ഇൻറ്റു പറ്റുമോ, ഇല്ല. ഇൻ പറ്റുമോ, ടുവാർഡ്സ് പറ്റുമോ, ഇല്ല. അതൊന്നും അവിടെ ആ ഒരു സിറ്റുവേഷനിൽ യോജിക്കുന്നതല്ല. നിങ്ങൾക്കത് അവിടെ വെച്ച് നോക്കിയാൽ തന്നെ അറിയാം. ഇൻ കേസ്, അഥവാ വി ഫെൻസ്ഡ് ഓഫ് ദ പൂൾ ഇൻ കേസ് ദ ചിൽഡ്രൻ ഷുഡ് ഫോൾ ഇൻ. അടുത്തത്, ഷീ ഡ്രൂ ബാക്ക് ഫ്രം ദ വിൻഡോ. ഈ ഡ്രൂ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മാറി നിൽക്കുക, ഒഴിഞ്ഞു മാറുക, മാറി നിൽക്കുക. ഷീ ഡ്രൂ ബാക്ക് ഫ്രം ദ വിൻഡോ, അവൾ ജനലിൻ്റെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. എന്തിനാ? ഡാഷ് എനി വൺ സോ ഹെയർ, അഥവാ ആരെങ്കിലും അവളെ കണ്ടാലോ. അൺലെസ് പറ്റില്ല അല്ലേ. ടു പറ്റുമോ, ഇല്ല. ബട്ട് പറ്റുമോ, ഇല്ല. ഇൻ കേസ് മാത്രമേ അവിടെ ചേരുള്ളൂ. ഓക്കെ, ഷീ ഡ്രൂ ബാക്ക് ഫ്രം ദ വിൻഡോ ഇൻ കേസ് എനി വൺ സോ ഹെയർ, അഥവാ ആരെങ്കിലും കണ്ടാലോ അവൾ ജനലിൻ്റെ അവിടെ നിന്ന് മാറി നിന്നു. ഓക്കെ, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും PSCക്ക് വേണ്ട മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ കാണും. അതുവരെ see you, bye.